ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ആയുരാരോഗ്യവും ഈ ലോക സുഖങ്ങളും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഇന്ന് 30ാമത്തെ ദിവസമാണ് കർക്കിടകം. പെട്ടെന്നങ്ങ് പോയി. ഇന്നെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല സുഖം ഇല്ല. കണ്ണൊക്കെ വല്ലാത്ത കഴപ്പൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യത്തെ ഭഗവാന് ശ്രീരാമൻ്റെ സ്തുതിപ്പുണ്ട്, അത് ചൊല്ലാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതതാനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമുക്കിന്ന് 30ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ വായിച്ചത് രാവണനെ വധിച്ചു, സംസ്കരിച്ചു. എല്ലാവരും മാതുലിയും രഘുനാഥനെയൊക്കെ വന്ദിച്ച് ദേവേന്ദ്രൻ്റെ രഥമായിട്ട് വന്ന മാതുലി, അദ്ദേഹം ദേവലോകത്തേക്കും പോയി. പിന്നെയോ ചെന്ന് നിജ മന്ദിരം പൊക്കിയത് ജന്യാവലോകന, അതായത് ഇത് കാണാൻ നിന്ന ഒരുപാട് ഈ യുദ്ധം കാണാൻ നിന്നവർ അവരും അവരുടെ സ്ഥാനത്തേക്ക് പോയി. അത് നമ്മൾ വായിച്ച് നിർത്തിയത്. ഇപ്പം മറിഞ്ഞു വീണെല്ലാം കൂടെ. നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം, അതിന് ശേഷം എന്താണെന്ന്. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും, രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായൊരു ലങ്കാരാജ്യം ഉൾപ്പൊക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ. ഇനി ചെയ്യാനുള്ളത് വിഭീഷണന് അഭിഷേകം കഴിക്കുന്നതാണ്. ഇനി രാജാവ് വേണമല്ലോ, രാവണൻ വധിച്ചു. അപ്പോൾ പിന്നെ ഇനി രാജാഭാവ അവിടെ വിഭീഷണനെയാണ് ആക്കുന്നത്. അതിന് ലക്ഷ്മണനോട് ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു, രക്ഷോപരനാം വിഭീഷണനായി മയാദത്തമായൊരു ലങ്കാരാജ്യം ഉൾപ്പൊക്ക് ചിത്തമോദൽ അഭിഷേകം കഴിക്കുക നീ, ലക്ഷ്മണനോട് പറഞ്ഞു വിഭീഷണനെ രാജാവാക്കാൻ. എന്നതു കേട്ടു കപിവരന്മാരുടം ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവ തോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു. തോയം വെള്ളം, അർണവം സമുദ്രം, സമുദ്രത്തിൽ നിന്ന് പോയി വെള്ളം കൊണ്ടുവന്ന് തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ച് ഘോഷിച്ച് വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്തു വിളിച്ച് അഭിഷേകവും ചെയ്തിതു. അങ്ങനെ സന്തോഷമായിട്ട് വിഭീഷണനെ രാജാവാക്കി. അപ്പോൾ നേരത്തെ കൂട്ടി ഭഗവാന്റെ കൈക്ക് പോയത് എത്രമാത്രം ഉത്തമമായി. ഭക്തന്മാർക്ക് ഇതാ മനസ്സിലാക്കണം. ഈശ്വരനോട്
അത്രമാത്രം സ്നേഹിച്ച് ഭഗവാനിൽ നിന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് എപ്പോഴായാലും പ്രത്യേകം പറയണോ, അത് വായിച്ചവർക്ക് അറിയാമല്ലോ. അപ്പം മറ്റെല്ലാവരും രാവണൻ്റെ കണക്ക് അഹങ്കാരികളെല്ലാം, കുംഭകർണനായാലും ഇന്ദ്രജിത്തായാലും അഹങ്കാരികളെല്ലാം പോയി. പക്ഷേ ഭക്തൻ എന്ത് വന്നു? രാജ്യാഭിഷേകം ചെയ്തോളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടുന്നതാണ്. നമുക്ക് താണ നിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണയുള്ളൂ. അദ്ദേഹം അവിടെ രാവണന് ഉപദേശം കൊണ്ട് കേട്ടില്ല, കൊല്ലാൻ ചെന്ന് ഭഗവാൻ അടുത്തേക്ക് പോയി. പിന്നെ ഭയക്കണോ? അപ്പോൾ ഇതിനൊക്കെ എന്താ വേണ്ടേ? നമ്മളൊരു സാധു ഭക്തനാവുക, ഭഗവാന്റെ പ്രിയനായി മാറുക. അപ്പോൾ സർവ്വതും ഭഗവാൻ നേടിത്തരും. നമ്മളൊന്നും അറിയേ വേണ്ട. അങ്ങനെ എന്നതു കേട്ടു കപിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവ തോയാതി തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്ത് വിളിച്ച് അഭിഷേകവും ചെയ്തു. ഭൂമിയും ചന്ദ്രദിവാകര ആദിയും കഥയും ഉള്ള അന്ന് വിഭീഷണൻ ലങ്കേശനായി വാഴുകന്ന് കിരീടാദ്യ അലങ്കാരവും ചെയ്തു. ദാനപുരസ്കൃതം പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വച്ചത് വാച്ച കുതൂഹലം പൂണ്ട് വിഭീഷണൻ കാഴ്ചയും എല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന് ആസ്തയാ രാഘവൻ തൃക്കാക്കൽ വച്ച് അഭിവാദ്യവും ചെയ്തു. വിഭീഷണൻ ആദരാൽ നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഇതെല്ലാം ചെയ്തപ്പോൾ വിഭീഷണൻ ഒരുപാട് കാഴ്ചകളെല്ലാം കൊണ്ടുവച്ച്, രാജാവ് ആയതല്ലേ, രാജ്യനിവാസികൾ, ആ രാജ്യത്തുള്ള ജനങ്ങൾ ഒരുപാട് കാഴ്ചകൾ, നമ്മളിപ്പോൾ ഒരു പാല് കാച്ചൊക്കെ തന്നെ എന്താ, അതുപോലെ രാജാവായിക്കിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഒത്തിരി കാഴ്ചകളെല്ലാം കൊണ്ടുവന്ന് വിഭീഷണന് കൊണ്ട് കൊടുത്ത്. വിഭീഷണൻ ഇതെന്ത് ചെയ്തു? ഭഗവാനൊക്കെ വാച്ച കുതൂഹലത്തോടെ അത്ര സന്തോഷത്തോടുകൂടി എല്ലാം കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ, ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ കാഴ്ച എല്ലാം വെച്ചു കൊണ്ടുവന്ന ആസ്തയ രാഘവൻ്റെ തൃക്കാക്കൽ, ഭഗവാന്റെ തൃക്കാക്കൽ കൊണ്ട് എന്തൊക്കെയാ കിട്ടിയത് മൊത്തവും ആർക്കാ കൊടുക്കേണ്ടേ? ഭഗവാൻ കൊടുക്കണം. അതിന് ചെറുതായ കാര്യം ഞാൻ പറട്ടെ, നമുക്ക് എന്താ അല്പമേ ഉള്ളെങ്കിൽ അതങ്ങനെ. എൻ്റെ മോൾ എനിക്ക് പൈസ തന്നാലും എനിക്ക് ഇത് കിട്ടും, വാർദ്ധക്യ പെൻഷൻ കിട്ടും. ഈ നമുക്ക് സാമ്പത്തികമൊക്കെ, എനിക്ക് സാമ്പത്തികം ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് നിറവാണെല്ലാം, എന്നാലും നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുമല്ലോ. നേരെ വാ എന്നുള്ളത് അത് എനിക്ക് കൊണ്ടുവന്ന, എനിക്ക് പെൻഷൻ അതായത് നമുക്ക് 1600 അത് ഞാൻ കിട്ടിയ അപ്പോൾ എനിക്ക് അങ്ങനെ എന്ത് ആരും കൊണ്ട് തന്നാൽ ഞാൻ ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ കൊണ്ടുപോകൂ. ഭഗവാന് മുമ്പേ കൊണ്ട് വയ്ക്കും. ഭഗവാനെ എനിക്ക് ഇത്രയും ഇന്ന് ഈ മാസത്തെ പെൻഷനാ, ഈ മകൾ ഇന്ന് അയച്ചു തന്ന പൈസയാ, ഇതൊക്കെ കൊണ്ടുവന്ന് ഭഗവാന്, അങ്ങനെ പലതും അങ്ങനെ കൊണ്ട് എനിക്കത് ആരും പറഞ്ഞു തന്നിട്ടല്ല, ഇതൊക്കെ ഇപ്പോഴല്ലേ വായിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത് കിടക്കുന്ന കണ്ടോ ഇതിനകത്ത്. അപ്പം അതുകൊണ്ടാണ് എനിക്കിതൊക്കെ വായിക്കുമ്പോൾ സങ്കടം വരുന്നത്. ഞാനിത് ആരും പറഞ്ഞു തരാതെ തന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുക. അതുകൊണ്ട് കാഴ്ചയെല്ലാം എടുപ്പിച്ച് കൊണ്ടുവന്ന ആസ്തയ രാഘവൻ തൃക്കാക്കൽ വച്ച് അഭിവാദ്യവും ചെയ്ത് വിഭീഷണൻ ആദരാൽ നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി, അതായത് ഭഗവാൻ എന്ത് ചെയ്ത് ഇദ്ദേഹത്തിന് പ്രസാദമാക്കേണ്ട, അതിന് രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടാൻ കൊണ്ടുവച്ചെല്ലാം സ്വീകരിച്ച്. എങ്ങനെ സ്വീകരിച്ച്? സന്തോഷമായിട്ട് അതെല്ലാം ഉൾക്കൊണ്ട് ഇപ്പോൾ കൃതകൃത്യനായേനഹം എന്ന് ചിൽപുരുഷൻ പ്രസാദിച്ച അരുളിനാൽ എല്ലാം കൃതകൃത്യമായി, കാര്യങ്ങളെല്ലാം നേടി, എല്ലാ കാര്യവും നിറഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് ഒരു വാക്കൂടെ പാലിക്കാൻ എന്താ? ഭഗവാനിനി ഇതെല്ലാം കേട്ട് സീതയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുണ്ട്, അനുജനായ ഭരതന് കൊടുത്ത വാക്കൂടെ പാലിക്കുമ്പോൾ എല്ലാം തീരും. പക്ഷെ ഇവിടെ വിഭീഷണനൊക്കെ ചെയ്യേണ്ടതും ചെയ്തു. സുഗ്രീവനും ഭാര്യയും രാജ്യവും ഒക്കെ എല്ലാം ഒക്കെ അങ്ങനെ കിട്ടും. ഭഗവാന് കൃതകൃത്യനായി എല്ലാം സഖ്യം ചെയ്തെല്ലാം അനുഭവത്തിൽ വരുമ്പം അത് സന്തോഷമല്ലേ എല്ലാവർക്കും, ഇരുകൂട്ടർക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇപ്പോൾ ഞാൻ കൃതകൃത്യനായേനഹം എന്ന് ചിൽപുരുഷൻ പ്രസാദിച്ചരുളിടിനാൻ. ഇനി സീതയെ സ്വീകരിക്കുകയാണ്. വന്യമണ്ഡലത്തിൽ ഇരുത്തിയ സീതയെ വന്യദേവൻ കൊണ്ട് കൊടുക്കണ്ടേ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു. ഭഗവാനടുക്ക തന്നെ വിനീതനായി വന്ദിച്ച് തൊഴുതു നിൽക്കുകയാണ് ഈ സുഗ്രീവൻ. സുഗ്രീവൻ. കാരണം ഈ സീതയുടെ സ്വീകരണമൊന്നും ആയില്ലല്ലോ. അപ്പോൾ ഭഗവാന്റെ അടുക്ക തന്നെ എല്ലാവരും നീ നിൽക്കുമല്ലയോ. അങ്ങനെ സുഗ്രീവനെ എന്ത് ചെയ്തപ്പോൾ ആലിംഗനൊക്കെ ചെയ്ത് സന്തുഷ്ടനായി അരുളി ചെയ്തു. രാഘവൻ എന്താ സന്തുഷ്ടനായി പറയുന്നത്?
ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കടോ. കാരണം ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ആർക്കാ? സുഗ്രീവനാ. സഖ്യം ചെയ്തതാണ്. ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യവും ഭാര്യയെല്ലാം നഷ്ടപ്പെട്ടതൊക്കെ കൊടുക്കാം എന്ന് സഖ്യം ചെയ്ത് ഭഗവാൻ അതുപോലെ തിരിച്ചിങ്ങോട്ടും സീതയും കൊടുക്കണം, രാവണനെ വധിക്കണം, ഇതൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഇവിടെ ആർക്കാണ് കൂടുതലും ക്രെഡിറ്റ്? സുഗ്രീവനാണ്. ഭഗവാൻ സുഗ്രീവനെ എന്ത് ചെയ്തു? അത്രമാത്രം ആലിംഗനം ചെയ്തു. അദ്ദേഹം ആണല്ലോ ഈ കുരങ്ങന്മാരെ എല്ലാം വരുത്തിയതും ഇതെല്ലാം ചെയ്തതും. അവിടെ കുരങ്ങന്മാരെ കൊണ്ടല്ലേ ഇതൊക്കെ കാര്യം സാധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സുഗ്രീവൻ്റെ മന്ത്രി പിന്നെ ഇതാണ് ഹനുമാനും ഒക്കെ എങ്ങനെയാ സംഭവിച്ച? സുഗ്രീവൻ മുഖാന്തരമല്ലേ. അപ്പോൾ ഇതെല്ലാം ലഭിച്ചു, ഈ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കടോ. ഭഗവാൻ അത്രത്തോളം സന്തോഷമായി അങ്ങനെ ആലിംഗനം ചെയ്തു. ത്വൽ സഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചത് നിശ്ചയം. അതും ത്വൽ സഹായത്വേനാണ്. കാരണം സുഗ്രീവൻ്റെ സഹായം ഉള്ളാണ്ട് ഇതൊക്കെ നടന്നത്. അത് തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചത് നിശ്ചയം. ലങ്കേശ്വരനായ വിഭീഷണൻ തന്നെയും ശങ്കാവിഹീന അഭിഷേകവും ചെയ്തു. വിഭീഷണ അഭിഷേകവും ചെയ്തു. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു. ഹനുമാനോട് എന്താ പറയുക? മന്നവൻ പറയും. എന്താ ഹനുമാനെ നോക്കി ഭഗവാൻ മന്നവൻ എന്ത് പറഞ്ഞു? നീ പോയി വിഭീഷണാനുജ്ഞയ, വിഭീഷണൻ്റെ ആജ്ഞപ്രകാരം, ഇത് രാജാവല്ലേ, കുരങ്ങന്മാരുടെ രാജാവല്ലേ സുഗ്രീവൻ, അവിടെ ആജ്ഞപ്രകാരം ചെന്ന് ലങ്കാപുരം പൂക്ക് അറിയിക്കണം. തന്നുങ്കിയാകിയ ജാനകിയോടിതം, അതായത് സീതദേവെടുത്ത് ചെന്ന് പറയണം. സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ഹനുമാനോടേക്ക് പോകണം. സീതയുടെ വിവരങ്ങൾ ഇവിടുത്തെ ഈ രാവണനെ വധിച്ച കാര്യമൊന്നും അവിടെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പറയണം. നക്തഞ്ചരാധിപ നിഗ്രഹം ആദ്യ തൊട്ട് രാവണനെ വധിച്ചവരെ എല്ലാ കാര്യങ്ങളും വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കും എന്നോട് വന്ന് പറക നീ സത്വരം. സീത എന്താണത് കേട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അത് ഇങ്ങോട്ടൊന്ന് പറയണം എന്നതു കേട്ടു പവനതനയനും ഹനുമാൻ. പവനതനയൻ മാരുതിപുത്രൻ ഹനുമാൻ ചെന്നു ലങ്കാപുരം പ്രാപിച്ച് അനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ. അപ്പോൾ ഹനുമാനെ എല്ലാവരും ബാക്കിയുള്ള രാക്ഷസന്മാരുണ്ടല്ലോ അവരൊക്കെ വന്ന് സൽക്കരിച്ചു. ഹനുമാനെ വന്ന് നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായൊരു മാരുതപുത്രനും, മാരുതപുത്രൻ നന്ദിയോടുകൂടി തന്നെ അവിടെ നിന്നു. രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ. ഹനുമാൻ ചെന്ന് ശ്രീരാമനെ തന്നെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സീതയെ പോയി കണ്ടു. ചെന്ന് നമസ്കരിച്ചു ഹനുമാൻ. ഭക്തപ്രസാദ ആലോക്യ കവിവരൻ വൃത്താന്തം എല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. എല്ലാ കാര്യവും പറഞ്ഞു തുടങ്ങി. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവൻ ആദിയ മർക്കടന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്ന് ദുഃഖം അകന്നു തെളിഞ്ഞു മേവിടിനാൻ. ദശഗ്രീവനെ കൊന്നു. ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ദുഃഖമെല്ലാം പോയി. യുദ്ധം ഭവതിയോടൊക്കെ പറകുന്ന ചിത്തം തെളിഞ്ഞ അരുൾ ചെയ്തറിഞ്ഞാലും. ഇതെല്ലാം സീത ഭവതിയോട് പറയാൻ പറഞ്ഞു വിട്ടതാണ്, ശ്രീരാമൻ പറഞ്ഞു വിട്ടതാണല്ലോ. സന്തോഷം എത്രയും ഉണ്ടായതു സീതയ്ക്കെന്ന് എന്തു ചൊല്ലാവതോ. ജാനകി ദേവി എന്ത് ഞാൻ ചൊല്ലാൻ, അത്രമാത്രം സന്തോഷമായി സീതയ്ക്ക്. ഗൽഗതവർണ്ണേനെ ഗൽഗതത്തോട് സങ്കടത്തോടുകൂടി ചൊല്ലിനാൾ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ, ചൊല്ലേണ്ടത് ചൊല്ലു നീ, ഞാൻ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞ് സീതയ്ക്ക് സങ്കടം പറഞ്ഞു. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എന്നെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാനിനി എത്ര നേരം ദുഃഖത്തോടെ ഇങ്ങനെ ഇരിക്കണം കാണാൻ. ഇവർ രണ്ട് സ്ഥാനത്തല്ലേ. ഇവർ എന്താ അവരുടെ ഈ അതിനെന്തുവാ ആരാമം, അവിടെ ഈ എന്തോ വൃക്ഷത്തിൻ്റെ പേരെന്തുവാ, ശിംശവ വൃക്ഷം, അതായത് എനിക്കുന്നത് അശോക വൃക്ഷമാണെന്ന്. അവിടെ അല്ലേ സീത ഇരിക്കുന്നത്. യുദ്ധം കിടക്കുന്ന വേറെ ഭാഗത്താണ്. അപ്പം ഭഗവാനൊക്കെ ശ്രീരാമനൊക്കെ വസിക്കുന്ന അല്പം വേറെ സ്ഥലത്താണ്. അപ്പോൾ അവിടേക്ക് സീതയുടെ അടുക്കളയ്ക്ക് ചെന്ന് പറയുവാണ്. അപ്പോൾ ഞാൻ എത്ര സമയം ഗൽഗത വർണ്ണേനെ ചൊല്ലി പറയുന്നു. എന്ത് ഞാൻ മർക്കട ശ്രേഷ്ഠ, ചൊല്ലേണ്ടത് ചൊല്ലു നീ പറയൂ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എത്ര പാർക്കേണം, ഇനി എത്ര നേരം കഴിയണം, എങ്ങനെയാ ഇനിയും ശുചൈവ, ഈ വിഷമത്തോട് ദുഃഖത്തോടെ എത്ര നേരം ഇരിക്കണം, എങ്ങനെയാ എത്ര ശുചൈവ ഞാൻ നേരത്തെ അതിന് അതിൻ്റെ യോഗം നീ വരുത്തിയിടും. നീ എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ നടത്തൂ. ധീരത്വമില്ല, ഇനിയും പൊറുത്തിയിടുവാൻ എനിക്ക് ധൈര്യമില്ല, ഇനിയും ഇങ്ങനെ ഇരിക്കാൻ.
വാതാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ഈ സീത എന്താ പറയുന്നതോടെ ചെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചെന്ന് വിവരം പറയുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം സീതയുടെ ഈ വിവരം ഹനുമാൻ ചെന്ന് പിന്നെ ശ്രീരാമനോട് പറഞ്ഞു. ചിന്തിച്ചു രാമൻ, ഭഗവാൻ രാമൻ ചിന്തിച്ചു. വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൻ, വിരയെ നീ ജാനകീ ദേവിയെ ചെന്ന് വരുത്തുക, ഇനി ചെന്ന് കൊണ്ടുവരൂ. ദീനതയുണ്ട് പോൽ കാണായ്ക കൊണ്ട് മാം, എനിക്കും വിഷമമുണ്ട് കാണാത്തതുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു. എത്ര നേരം ഇനി ഞാനിങ്ങനെ ദുഃഖിച്ചിരിക്കണം, കാണാനുള്ള യോഗം നീ വരുത്തൂ എന്ന് ഹനുമാനോട് പറഞ്ഞപ്പം ഹനുമാൻ ഇതുപോലെ തന്നെ ശ്രീരാമനോട് പറഞ്ഞു. ശ്രീരാമനും പറഞ്ഞു, പിന്നെ പെട്ടെന്ന് വിഭീഷണ പെട്ടെന്ന് തന്നെ കൊണ്ടു, എനിക്കും കാണാത്തതുകൊണ്ട് വിഷമമുണ്ട്. സ്നാനം കഴിപ്പിച്ച് ദിവ്യാംബരാഭരണ അനുലേപാതി അലങ്കാരം അണിയിച്ച്, ലേപനങ്ങളെല്ലാം എന്താ ഇത് ഇത്രയും നന്നായൊന്നും കുളിച്ചും ജപിച്ചൊന്നും ഇരിക്കുകയല്ലോ. അതുകൊണ്ട് പിന്നെ സ്നാനം കുളിപ്പിച്ചിട്ട് ദിവ്യാംബര ആഭരണങ്ങളിലൊക്കെ അണിയിച്ച് ലേപനാദി അലങ്കാരമൊക്കെ അണിയിച്ച് ശില്പമായൊരു ശിബിക മേൽ ആരോപ്യ, അതായത് ഒരു പല്ലക്കിൽ ശില്പമായ ഒരു ശിബിക മേൽ ആരോപ്യ മൽപുരോഭാഗ്യം വരുത്തുക സത്വരം. അതായത് ശ്രീരാമൻ്റെ അടുക്കലല്ല തൊട്ട് മാറ്റിയ പുരോഭാഷ അതായത് നേരിട്ട് ഈ പല്ലക്ക് കൊണ്ട് നടന്ന് ചെല്ലണം. അതുകൊണ്ട് ശ്രീരാമൻ്റെ അടുക്ക കൊണ്ട് ചെല്ലാണ്ട് അപ്പുറത്ത് പുരോഭാഷ പുറകു വശത്ത് കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ശില്പമായൊരു ശിബികമേൽ, അതായത് അവിടുത്തെ ദൂരം ഉള്ളതുകൊണ്ട് പല്ലക്ക് കൊണ്ട് വരണം. എന്നിട്ട് ഇച്ചിരി ദൂരെ മാറ്റി നിർത്തണം. ദൂരെ നല്ല ഇതിൽ പറഞ്ഞ മൽപുരോഭാഗെ, ഭഗവാന്റെ പുറകു വശത്തുള്ള സ്ഥാനത്തെവിടെയെങ്കിലും ആയിരിക്കും നിർത്തി കൊണ്ടുവരിക. മൽപുരോഭാഗയെ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. ഹനുമാൻ്റെ കൂടെ വിഭീഷണനും കൂടെ പോയി ആരാമദേശം, ലങ്കാപുരിയുടെ രാവണൻ്റെ ആരാമം അവിടെയാണ്. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു. കാരണം വൃദ്ധമാരായ അവിടുത്തെ സ്ത്രീകളുണ്ടല്ലോ, അവരെ കൊണ്ട് ദേവിക്ക് വേണ്ടുന്ന രീതികളെല്ലാം കുളിപ്പിക്കേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് ചമയിച്ച് ഒരുക്കി തണ്ടിലെടുപ്പിച്ചു കൊണ്ട് ചെല്ലുന്നേരം ഉണ്ടായി ചമഞ്ഞിതൊരു ഘോഷ നിസ്വനം. അങ്ങനെ തണ്ടിലെടുത്തോണ്ട് പോയപ്പോൾ ഭയങ്കര ഒരു ഘോഷ നിസ്വനം. കാരണം ഒരുപാട് പേര് കാണാൻ അവിടെ കവികളും ഒരുപാട് ആൾക്കാരില്ലേ, യുദ്ധം ചെയ്ത എത്രമാത്രം ജനങ്ങളാണ്. അവർക്കെല്ലാം ഒരു സീതയെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആരും. അവർ വേറൊരു സ്ഥലത്താണല്ലോ, ആരാമത്തിലെ വൃക്ഷച്ചുവട്ടിലല്ലേ ഇരിക്കുന്നത്, യുദ്ധം നടക്കുന്നതല്ല, ആരും ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പല്ലക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ഭയങ്കര ഘോഷം നിസ്വനം. വാനരവീരരും തിക്കി തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ തിക്കിയും തിരക്കിയും നിൽക്കുന്നു. ഒരു സെലിബ്രിറ്റി വരുമ്പോൾ എങ്ങനെയാണ്, ഇപ്പം മോഹൻലാലൊക്കെ വരുമ്പം എത്രമാത്രം ആൾക്കാരാ ഇരുവശത്തും 4 വഴിക്കും തട്ടാതെ മുട്ടാതെയും കൊണ്ടു നടക്കുന്നേ എന്ന് പറഞ്ഞതുപോലെ തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ, കാണാൻ വേണ്ടി ഭയങ്കര തിക്കും തിരക്കും. അങ്ങനെ കണ്ടുകൊണ്ടിടുക കാണാൻ വേണ്ടി കൂട്ടമിട്ട് അങ്ങ് അണയുന്ന അത് കണ്ടൊരു ഇതെല്ലാവരും കൂട്ടമിട്ട് അണഞ്ഞ് കാരണം എല്ലാവരും അടുത്ത് വരുന്ന കണ്ടപ്പോൾ എന്താ പറയുക, യാഷ്ടികന്മാർ അണഞ്ഞാട്ടിയ കാര്യം. അതിൻ്റെ യാഷ്ടികന്മാർ ഈ കയ്യിൽ വടിയും ആയുധവുമായുള്ള കാവൽക്കാർ, അവർ ഈ ജനങ്ങളെല്ലാം ആട്ടി അകറ്റുന്നു. സീതയുടെ അടുക്ക തിക്കി തിരക്കി വരുമ്പം അവർ വടി കൊണ്ട് മറ്റുള്ളവരെ അങ്ങോട്ട് മാറ്റി ഓടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ കോലാഹലം കേട്ട് അതെന്ത് ബഹളമെന്ന് കേട്ട് രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു. എന്താ പറയുന്നേ ഭഗവാൻ കാരുണ്യത്തോടെ പറയാ? വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാൻ ഉര ചെയ്തു നിന്നോട് ഞാൻ പറഞ്ഞു ഈ വാനരന്മാരെയൊക്കെ ഉപദ്രവിക്കാൻ സീതയെ കൊണ്ടുവരാൻ പറഞ്ഞു. വാനരന്മാരെ ഉപദ്രവിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ശ്രീരാമൻ പറ, കാരണം അവർക്ക് കാണണ്ടേ സീതാദേവിയെ. അപ്പോൾ അവിടെ ആട്ടി ഓടിക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാൻ ഉര ചെയ്തു നിന്നോട്. ഇതെന്തടോ ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് പറഞ്ഞിടും നീ. ദേവിയെ കണ്ടാൽ എന്ത് സംഭവിക്കും അത് നീ പറയൂ. നീ എന്തിനാ ഇത് ഞാൻ പറഞ്ഞു ഇത് ചെയ്യണമെന്ന്, ഇവരെ ഓടിക്കണമെന്ന്. ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി, അതിനെന്താ ഹാനി, അതിനെന്താ തെറ്റ്, അതെന്തുള്ളത് അത് നീ പറയൂ. മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലുമേ വരും. ഒരു ഒരു അമ്മയെ ചെന്ന് എങ്ങനെയാ കാണുന്നത്, അതുപോലെ നിങ്ങൾ പോയി മൈഥിലിയെ ചെന്ന് കാണൂ, ഏവരും പോയി കണ്ടോളൂ ഭഗവാൻ പറഞ്ഞു. പാദചാരണ വരണം എൻ്റെ അടുത്ത് എന്നന്തികെ, അതായത് സീതയെ കൊണ്ടുവരുമ്പോൾ നടന്നു വരണം. തേരിൽ പല്ലക്കിൽ കൊണ്ടുവന്നാലും
ഭഗവാന്റെ മറുവശത്ത് പുരോഭാഗത്ത് നിർത്തുക. അതാണ് പറഞ്ഞത്. എന്നിട്ട് കാൽനടയായിട്ട് തന്നെ വരണം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, പാദചാരേണ വരേണം എന്നന്തികേ, അതായത് എൻ്റെ അരികിൽ നടന്നു വരണം. മേദിനി നന്ദിനി കിം തത്ര ദൂഷണം, അതിലെന്താണ് ദോഷം? ഈ മേദിനി നന്ദിനി ഭൂമിപുത്രിക്ക് നടന്നു വരുന്നതിന് എന്താ കുഴപ്പം എന്ന്. കാരണം പല്ലക്ക് തന്നെ കൊണ്ട് ചെല്ലണമെന്ന് ഹനുമാനൊക്കെ ചിലപ്പോൾ ചിന്തിച്ചായിരിക്കാം. അപ്പം ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും എന്താ ദേവിക്ക് തറയിൽ നടന്ന് വന്നാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞു. പാദചാരേണ വരേണം എന്നന്തികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാ ജനകജാരൂപം മനോഹരം. കണ്ടു കോപം പൂണ്ട് വാച്യവാദങ്ങളെ, അതായത് ഭയങ്കര ആരോപണങ്ങളൊക്കെ വരുന്നു. കണ്ട് കോപം പൂണ്ട് വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോട് മായാസീതയും ശുചാതൽഷണേ ചൊല്ലിനാൾ ഏതുമേ വൈകാതെ. വിശ്വാസമാശു മൽ ഭർത്താവിനും മറ്റ് വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. അതായത് പലർക്കും പലത് പറയാമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഇരു കൂട്ടർക്കും പിന്നെ ഈ ലക്ഷ്മണനോട് മായാസീതയും ശുചാ തൽഷണി ചൊല്ലിനാൾ ഏതുമേ വൈകാതെ. ചിലർക്ക് ഇങ്ങനെ മായാജനകജ രൂപം മനോഹരമാണ്. കണ്ടു കോപം കൊണ്ട് വാച്യവാദങ്ങളെ കുറ്റ ആരോപണങ്ങൾ പുണ്ടരീകാക്ഷൻ ബഹുവതം ചൊല്ലിനാൻ. അതുകൊണ്ട് ശ്രീരാമ ഭഗവാനെ അറിയാം. അദ്ദേഹം ഭഗവാനാ പറയുന്നത് മായാസീതയെ പണ്ടശരം ഇട്ടിട്ട് പിന്നെ എന്തോ യഥാർത്ഥ സീത ദേവി മഹാമായായിരിക്കുന്ന ആ സീതാദേവി വന്യമണ്ഡലത്തിൽ ഇരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അന്നേ. അതുപോലെ ആണ്. പക്ഷെ ജനങ്ങളെ ബോധിപ്പിക്കണ്ടേ. അതുകൊണ്ട് പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോട് മായാസീതയും ശുചാ തൽഷണെ ചൊല്ലിനാൽ ഏതുമേ വൈകാതെ പെട്ടെന്ന് തന്നെ വിശ്വാസമാശ് മൽ ഭർത്താവിനും മറ്റും എല്ലാവർക്കും, അത് ശ്രീരാമനും വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. ഈ ലോകത്ത് ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ വിശ്വാസം വരുത്താൻ എന്ത് വേണം? കുണ്ഠത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കുക. അഗ്നികുണ്ഠ, അതായത് വലിയൊരു തീ ജ്വലിപ്പിക്കണം. കുണ്ഠം, അഗ്നികുണ്ഠം, തീ നന്നായി ജ്വലിപ്പിക്കുക. ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ എന്ന് സീതയും പറഞ്ഞു. അപ്പോൾ അതിൽ ചാടാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല. എല്ലാവർക്കും ബോധ്യപ്പെടാൻ, ജനങ്ങൾക്ക് അത് വിശ്വാസം ആശ വരുത്താൻ, സത്യസന്ധയായ സീതയാണോ എന്നുള്ളതിന് ഉറപ്പ് വരുത്താൻ മൽ ഭർത്താവിനും, അത് നാട്ടുകാരുടെ മുമ്പിൽ ഇത് ചെയ്യാൻ വേണ്ടി അല്ല, ഭഗവാൻ അറിയാം. പക്ഷെ നാട്ടുകാരെ ബോധിപ്പിക്കണ്ടേ അതിന്. കാരണം ഭഗവാനോടെ ഒരു സാധാരണ മനുഷ്യ രീതിയാണെന്നല്ലോ ഒക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനും മറ്റ് ജനങ്ങൾക്കും വിശ്വാസം വരുത്തുവാൻ. അതുകൊണ്ട് ഇങ്ങനെ കുണ്ഠത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കുക. ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അത് കേട്ട് രഘുത്തമ സൗമുഖ്യഭാവം ആരോഗ്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്ത് തീയും ജ്വലിപ്പിച്ചു. ആ പറഞ്ഞതുപോലെ തന്നെ സാമർഥ്യമേറുന്ന വാനരന്മാരുണ്ടല്ലോ, അവർ ഹോമകുണ്ഡം തീർത്ത് തീയും ജ്വലിപ്പിച്ച് രാമപാർശ്വം പ്രവേശിച്ചു നിന്നേടിനാൻ. ഭൂമിസുതയും അന്നേരം പ്രസന്നയായി. അങ്ങനെ ഹോമകുണ്ടൊക്കെ തീർത്ത് ജ്വലിപ്പിച്ച് നിൽക്കുമ്പോൾ രാമപാർശ്വം ഭഗവാൻ അടുക്ക തന്നെ പ്രവേശിച്ച് നിന്നു സീത. എന്നിട്ട് എന്ത് ചെയ്തു? ഭൂമിസുതയും അന്നേരം പ്രസന്നയായിട്ട്, അതായത് എന്താ പറയുക, പ്രസന്ന എന്ന് വെച്ചാൽ ഉള്ളം പ്രകാശിക്കും. കാരണം സത്യസന്ധമായ നിർമ്മല ഹൃദയമല്ലേ, എന്തെങ്കിലും കുറ്റമുണ്ടോ? അപ്പോൾ ആ കുറ്റം ഉണ്ടെങ്കിൽ എൻ്റെ മുഖം പ്രസാദിക്കത്തില്ല. പക്ഷേ നിർമ്മലമായ കളങ്കമില്ലാത്ത പരിശുദ്ധമായ ആ സീത ഉള്ളം പ്രകാശിക്കുമ്പം മുഖം പ്രസാദിക്കും. അതുകൊണ്ട് ഭൂമിസുഖം അന്നേരം പ്രസന്നയായി ഭർത്താര ആലോക്യ ഭക്തിയ പ്രദക്ഷിണം കൃത്വ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടെ 3 വട്ടം പിന്നെ പ്രദക്ഷിണം ചെയ്തു. ഒട്ടും ഭയക്കാതെ 3 തവണ വീണ്ടും പ്രദക്ഷിണം ചെയ്ത് ഒട്ടും ഭയമില്ലാതെ ഭർത്താര ആലോക്യ ഭക്തിയ പ്രദക്ഷിണം കൃത്വ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ച് ചൊല്ലിനാൾ. അപ്പോൾ ദേവന്മാരെയും ബ്രാഹ്മണരെയും ഇന്ദ്രന്മാരെയും തപോധനന്മാർ, അതായത് മഹർഷിമാരെയും പാവകൻ, അതായത് അഗ്നി പാവകൻ തന്നെയും വന്ദിച്ച് ചൊല്ലിനാൻ. എന്താ സീത പറയുന്നു? ചൊല്ലിനാൻ ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെ. ഇത് ഇങ്ങനെ പറഞ്ഞാ ചെയ്യുന്നത്. ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ. ആരാ സാക്ഷി? ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത്
ഭർത്താവിനെ ശ്രീരാമനെ ഒഴിഞ്ഞ് അന്യനെ ആരാ കൊണ്ട് രാവണനല്ലേ, ആ അന്യനെ ഞാൻ മമ ചിത്തെ എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ നിരൂപിച്ചതെങ്കിൽ അതിന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ, അഗ്നിസാക്ഷിയല്ലോ, സകലത്തിനുമാക ഈ അഗ്നിസാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥം ഇന്ന് അറിയിക്കുക, ഈ പരമാർത്ഥം ഇന്ന് അറിയിക്കുക നീ അഗ്നിദേവനോട് പ്രാർത്ഥിക്കുന്നു. അത് അത്ര പരിശുദ്ധയാ എന്ന് പറഞ്ഞുടൻ 3 വലം വച്ചു വന്നിയിൽ ചാടിനാൾ. കിഞ്ചിൽ ഭയം വിന, അല്പം പോലും ഭയമില്ലാതെ ആ വന്നിയിലേക്ക് ചാടി. ദുച്ഛവനാദികൾ വിസ്മയപ്പെട്ടിതു, നിശ്ചലമായതു ലോകവും അന്നേരം. എല്ലാവരും നിശ്ചലമായി പോയി. അതിഭയങ്കരമായ അഗ്നി കൂട്ടിയ കുണ്ടം, തീക്കുണ്ടം. എന്നിട്ട് അഗ്നി നന്നായിട്ട് ജ്വലിപ്പിച്ച് നിന്ന ഭഗവാന്റെ 3 വലമൊക്കെ വെച്ച് അഗ്നിദേവനെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സാക്ഷി ഈ എന്താ പറയുക അഗ്നിസാക്ഷിയായി അങ്ങനെ എടുത്തങ്ങ് ചാടി. ഒരു ഭയവും കിഞ്ചിൽ അല്പം പോലും ഭയം കൂടാതെ. ദുച്ഛവനാദികൾ വിസ്മയപ്പെട്ടതു, നിശ്ചലമായതോ ലോകവും അന്നേരം. സർവവരും നിശ്ചലമായി. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യ സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റ് വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞതു. രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തെങ്കിൽ അന്നേരം. ഈ സമയത്ത് ഇവരെല്ലാവരും അത്രമാത്രം ഇത് എന്തൊക്കെയുണ്ട് അവരെല്ലാവരും ഇത് ആരാലും കാണത്തിൽ ഇങ്ങനൊരു അഗ്നിയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ നിന്നരുളും പ്രദേശത്തെങ്കിൽ അന്നേരം വന്ദിച്ചത് എല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനും അന്നേരം പ്രേമം ഉൾക്കൊണ്ടു പോരുന്നു തുടങ്ങിനാർ. എന്താ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. അപ്പോൾ സർവലോകത്തിനും കർത്താവാരാ? ഭവാനാണ്, പരമാത്മാവാണ്. പരമാത്മാ ശ്രീരാമൻ. സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അഗ്നി ഭഗവാനെ. അത്രത്തോളം അഗ്നി ആരാ? ആരെങ്കിലും അഗ്നി എടുക്കാൻ ഇപ്പം സൂര്യഭഗവാൻ അഗ്നി ആ ചൂടിനെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമോ? എല്ലാത്തിനും സാക്ഷിയാകുന്നത് നിൽക്കുന്നത് ഇത് തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. ഇത്രയെല്ലാം പിന്നെ അഗ്നിയിലൊക്കെ ഇങ്ങനെ ചാടിക്കേണ്ടി വന്നില്ലയോ? അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ഇത്രയും നിന്നാരുടെ പ്രദേശത്തെങ്കിൽ അന്നേരം എല്ലാവരും നിൽക്കുമല്ലയോ? എത്രയോ ആൾക്കാർ, ദേവന്മാരും വിമാന അഗ്രചാരികൾ വരെ എല്ലാവരും നിന്നപ്പോൾ വന്ദിച്ചത് എല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനും അന്നേരം ഭഗവാൻ ശ്രീരാമൻ അന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാൻ. ഇത് അത്ര പ്രേമത്തോടു കൂടിയാണ്. കാരണം അഗ്നിയിൽ ചാടുക എന്ന് വെച്ചാൽ എന്താ കളിച്ച കാര്യവും, അത്രമാത്രം സ്നേഹവും പ്രേമവും ഒക്കെ ഭഗവാൻ ഉണ്ട്. അങ്ങനെ പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാന നാശകനാകുന്നതും ഭവാൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അജ്ഞാനവും പരമാത്മാവിൽ നിന്ന് ഉണ്ടായതാണ്. അതുപോലെ തന്നെയാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്, അജ്ഞാന നാശകനാകുന്നതും ഭവാനാണ്. ഇതെല്ലാം ഈ ലോകത്തുള്ളതാണ്. നന്മയും തിന്മയും എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ചിലർ വിചാരിക്കും ഇത് മാറ്റി വെക്കുക, അത് ഇവിടെ ഉള്ളതല്ല. ഇതല്ല പിന്നെ എവിടെ നിന്ന് വന്നതാ? ഈ ദുഷ്ടനായാലും നല്ലവരായാലും നന്മ തിന്മ രാത്രി പകല് പോലെ സർവ്വതും ഇവിടെ ഉള്ളതാണ്, ഈ ഭൂമിയിലുള്ളത്. ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നേക്കുന്നതാണ്. അതുകൊണ്ട് സർവ്വലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാന നാശകനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും. ലോകത്തിന് ആദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. അപ്പം ഈ ലോകത്തിന് ആദിയുമാണ്, മധ്യവുമാണ്, അന്തവുമാണ്. ഇത് മൂന്നും തന്നെയാണ്. അങ്ങനെയുള്ള ഏകനാം നിത്യസ്വരൂപൻ നിത്യമായിട്ടുള്ളത് വേറൊന്നുമില്ല. അതെല്ലാം ഈ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനീ ദേവകൾ, കണ്ണുകളായത് ആദിത്യ ചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായി അദ്വൈനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്ന് ഉള്ളിൽ ഓർത്തിയിടുവോർ. അപ്പോൾ മായ കൊണ്ട് മൂടിക്കിടക്കുന്നത് അങ്ങനെയുള്ളവർക്ക് എന്തു വരുന്നു? ഭഗവാനെ ഇവിടെ അവതാരം എടുക്കുന്ന ഏത് പുരുഷന്മാരായാലും, അത് ദേവിയായാലും ദേവനായാലും, അത് കൃഷ്ണനായാലും ശ്രീരാമനായാലും എല്ലാം എന്താ?
നമ്മൾ പറയും മായ കൊണ്ട് മൂടി വിവരമില്ല അറിവില്ലാത്ത അന്ധനായിട്ട് കിടക്കുന്നത് പറയും അത് മനുഷ്യനാണ്. ശ്രീരാമൻ എന്താ മനുഷ്യനല്ലേ, കൃഷ്ണൻ എന്താ മനുഷ്യനല്ലേ? എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നിന്നുടെ മായയ, പരമാത്മാവായ ഭഗവാന്റെ മായ, വിഷ്ണുമായ, ഈ മായ മൂടിക്കിടപ്പാൻ എന്താ കാരണം? അന്ധത കൊണ്ട് കിടക്കുക. മായ എന്ന് വെച്ചാൽ എന്താണ്? ഒരു യവനിക, അത് ഈ സത്യമായതിനെ മറയ്ക്കപ്പെട്ട് വെച്ചേക്കുക. ആ മായ എടുത്ത് കളഞ്ഞെങ്കിലേ ആ മൂടുപടം മാറ്റണമെങ്കിൽ നമ്മുടെ ശുദ്ധമാവണം. അപ്പോഴേ ആ മൂടുപടം മാറിയാലേ നമുക്ക് പ്രകാശം ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മൾ മായയെ മൂടിക്കിടക്കുക. എങ്ങനെ അത് മാറ്റാൻ പറ്റും? വിദ്യ കൊണ്ട്. ആ വിദ്യ ഇല്ലാത്തവരെന്താ? അന്ധന്മാരാണ്, മൂഢന്മാരാണ്. അവർ പറയും ശ്രീരാമൻ മനുഷ്യനാണെന്ന്. അതുകൊണ്ട് ഇവിടെ പറയും ശുദ്ധനായ നിത്യനായ അദ്വൈനായൊരു, അത് പരമാത്മാവ് ശുദ്ധനാണ്, നിത്യനാണ്, അത് അദ്വൈനാണ്, അത് ഏകനാണ്. അങ്ങനെയുള്ളൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടി കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിടുവർ. അങ്ങനെ ഉള്ളവരെ ഭഗവാന് മനുഷ്യനായിട്ട് പറയുള്ളൂ. നിന്നുടെ നാമസ്മരണ ഉള്ളവരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധം. അപ്പോൾ നിന്നുടെ നാമസ്മരണ അതാണ് നമുക്ക് വേണ്ടത്. ഭഗവാനെ എന്നുള്ള നാമം ചൊല്ലുകയും സ്മരണം എപ്പോഴും ഓർക്കണം. ചൊല്ലുന്നത് തന്നെ നമുക്ക് ഉറക്കത്തിൽ വരെ ഉണരുമ്പോൾ ഭഗവാനെ എന്നുള്ള ചിന്ത, രാമ അല്ലെ കൃഷ്ണ എന്നുള്ള അത് ആ ഉണർവോട് വേണം നമ്മൾ ഉണരാൻ. എപ്പോഴും പറയുന്നൊരു വ്യക്തിക്ക് ഉണരുമ്പം കൃഷ്ണാന്നോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഉള്ളത്തിൽ ആ നാദം വരും. എന്താ എപ്പോഴും അങ്ങനെ ആകുമ്പോൾ അതാണ് നാമസ്മരണ ഉള്ളവരുള്ളിൽ. അങ്ങനെ ഉള്ളവരുടെ ഉള്ളിൽ ആർക്കാണ് ഭഗവാന്റെ നാമം എപ്പോഴും പറയുകയും അത് സ്മരണ ഓർക്കുകയും ചെയ്ത് അങ്ങനെ ഉള്ളവരുടെ ഉള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. എന്താ അങ്ങനെയുള്ളവരുടെ ഉള്ളിലാണ് പ്രകാശം. അങ്ങനെ പ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. ദുഷ്ടനായിരിക്കുന്ന രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം, ഒരു ദയവും കൂടാതെ. നഷ്ടനായാൻ അവൻ ഇന്ന് നിന്നാൽ ഇനി പുഷ്ടസൗഖ്യം വസിക്കാൻ തൊൽ കരുണയ. അവന് എന്തുവന്ന് ഇത് ദുഷ്ടനായ രാവണന് ഈ പ്രകാശം കിട്ടാതെ പോയത് അവൻ അറിവില്ലായ്മ കൊണ്ടാണ്. സ്വന്തം അനുജനായ വിഭീഷണൻ എന്താണ്? ഭഗവാൻ എല്ലാം കൊടുത്തല്ലോ. ഭക്തനും എപ്പോഴും ശ്രീരാമഭക്തന് അത്ര ഭക്തനാ. ഹനുമാനും ഒക്കെ അതാണ്. അപ്പം ദുഷ്ടന് രാവണന് ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. നഷ്ടനായാൻ അവൻ ഇന്ന് നിന്നാലിന് പുട്ട സൗഖ്യം വസിക്കാൻ തൊൽക്കരുണയ. ദേവകൾ ഇത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ചനം വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദം അദ്വയം വന്ദേ പരമശേഷസ്ഥിതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്ര അവ്യയം ഈശ്വരം. സർവഹൃദയസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞ അത്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യ രത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനിചര് എന്താ രാവണര്. രജനിചർ എന്ന് പറഞ്ഞാൽ എന്താ? രാവണനെ രാക്ഷസന്മാരെ വധിക്കുന്ന അതാണ് ഭഗവാൻ പരമേശ്വരൻ ശ്രീരാമൻ. രാജരാജേന്ദ്രമാണ് രജനിചര അന്തകൻ. അപ്പം രാക്ഷസരെ വധിക്കുന്ന ഭഗവാൻ. രജനീചര എന്ന് വെച്ചാൽ രാക്ഷസർ എന്ന് പറയും. രജനിചര അന്തകം. രാജീവലോചനം രാവണനാശനം. മായാപരം അജം മായാമയം മനുനായകം മായാവിഹീനം മധുദിശം. മാനവം മാനഹീനം അനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം. യോഗി ചിന്യം സദാ യോഗിഗമ്യം മഹായോഗ വിധാനം പരിപൂർണം അച്യുതം. ഇത് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുക. വിരിഞ്ചൻ ദേവകളിത്തം പുകഴ്ത്തും ഭഗവാൻ തന്നെ നന്നാക്കണം. ഈ ദുഷ്ടനായ രാവണനെ കിട്ടി. പക്ഷേ ഭക്തന്മാർ ഉള്ളിൽ എപ്പോഴും ഭഗവാനെ നാമങ്ങൾ ചൊല്ലുകയും സ്മരിക്കുകയും അത് ഉള്ളിൽ ഓർക്കുകയും ചെയ്ത് അവരുടെ ഉള്ളിലാണ് ഭഗവാൻ പ്രകാശിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് വിരിഞ്ചൻ ബ്രഹ്മാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പരമശേഷസ്ഥിതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്രാവ്യം അവ്യം ഈശ്വരം. സർവഹൃദയസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞ അത്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യ രത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനശരാ അന്തകം രാജീവലോചനം രാവണനാശനം. മായാപര അജം മായാമയം മനുനായകം മായാവിഹീനം മധുദിശം. മാനവം മാനഹീനം മനുജോ ഉത്തമം മാധുര്യസാരം മനോഹരം മാധവം.
യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണം അച്യുതം രാമം രമണീയ രൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. ഇത്തം വിധാതൃസ്തുതി കേട്ട് ബ്രഹ്മാവ് വിധാതൃ സ്തുതി കേട്ടു ഇത്രയെല്ലാം അതായത് ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ടു രാഘവൻ ശ്രീരാമൻ. ഇത്തം വിധാതൃ സ്തുതി കേട്ടു രാഘവൻ ചിത്തം ആനന്ദിച്ച് ഇരുന്ന് അരുളുന്നേരം ആശ്രയാശൻ ജഗദാശ്രയ ഭൂതയാ ശ്രുതവത്സലയായ വൈദേഹിയെ. ആശ്രയാശൻ അത് അഗ്നിദേവൻ. ഇങ്ങനെ ബ്രഹ്മാവ്, കാരണം ഇതെല്ലാം വന്നിൽ സീതാദേവി ഭഗവാനെ പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് ചാടി, അതിനുശേഷം ഇത്രയും പ്രാർത്ഥന കൊണ്ട് നടന്ന് അപ്പോഴത്തേക്ക് എന്ത് വന്നു, ഈ പ്രാർത്ഥനയൊക്കെ കേട്ട് രാഘവൻ ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് ശ്രീരാമൻ ചിത്തം ആനന്ദിച്ചങ്ങണ്ടിരുന്ന്. ഭഗവാനെയാണല്ലോ ഇത്രയും സ്തുതിച്ചത് ബ്രഹ്മാവ്. അപ്പോൾ ആനന്ദിച്ചുകൊണ്ടിരുന്നപ്പോൾ ആശ്രയാശൻ ജഗദാശ്രയ ഭൂതയാം ആശ്രിത വത്സലയായ വൈദേഹിയെ സീതയെ. ആര്? അഗ്നിദേവൻ. ആശ്രയാശൻ എങ്ങനെ വന്നു? അഗ്നിദേവൻ കാഴ്ചയായി കൊണ്ടുവന്ന ആശു വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ട് നിന്നത് എല്ലാവരും. അഗ്നിയിൽ ചാടിയ സീത അഗ്നിദേവൻ കൊണ്ടുവന്ന് കൊടുക്കുന്നു. കാഴ്ചയായി എല്ലാവരുടെ മുമ്പിൽ ബ്രഹ്മാവിൻ്റെ സ്തുതിപ്പും അങ്ങോട്ട് കേട്ട് ഭഗവാൻ സന്തോഷത്തിൽ ആനന്ദത്തിൽ അങ്ങോട്ട് ഇരുന്ന് അഗ്നിദേവൻ സീതയും കൊണ്ട് കൊടുക്കുന്നു. കാഴ്ചയായി കൊണ്ടുവന്ന് ആശു വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു എല്ലാവർക്കും സന്തോഷവും ആശ്ചര്യവുമായി. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് എങ്കൽ ആരോപിതയാകിയ ദേവിയെ. വിപിനത്തിൽ എന്ന എവിടെ വെച്ചാൽ ഇദ്ദേഹം ഈ സീത വിപിനത്തിൽ വനത്തിൽ വെച്ചാണല്ലോ. വിപിനത്തിൽ നിന്ന് എങ്കൽ ആരോപിതയാകിയ ദേവിയെ, അത് പഞ്ചവടിയിൽ വച്ച് വന്യമണ്ഡലത്തിൽ മറച്ചു വയ്ക്കപ്പെട്ട സീതയെ. വന്യമണ്ഡലത്തിൽ അന്ന് അവിടെ മറയ്ക്കപ്പെട്ട അവിടെ വനത്തിൽ വെച്ചാണ് ആ സീതയെ ലങ്കേശ നിഗ്രഹാർത്ഥം, അതായത് രാവണ നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം, അതുമല്ല രാവണ നിഗ്രഹത്തിന് വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടിയാണല്ലോ വന്യമണ്ഡലത്തെ സീതയെ യഥാർത്ഥ സീതയെ ആക്കിയിട്ട് പർണശാലയിൽ നിർത്തി മായാസീതയെ. എന്തിനു വേണ്ടിയാ? ലങ്കേശ നിഗ്രഹാർത്ഥം. ലങ്കേശനെ നിഗ്രഹിക്കണമെങ്കിൽ ഒരു സ്ത്രീ ഇവിടെ വേണം, എന്നാലേ ഇത്രയൊക്കെ വരുത്തി കൂട്ടാൻ പറ്റൂ. അതുകൊണ്ട് ലങ്കേശ നിഗ്രഹാർത്ഥം അവനെ വധിക്കേണ്ടിയിട്ട് വിപിനത്തിൽ നിങ്കൽ ആരോപിതയാകിയ ഈ ദേവിയെ, അതായത് വന്യമണ്ഡലത്തിൽ വിപിനത്തിൽ വെച്ച് വന്യമണ്ഡലത്തിലേക്ക് മറന്നു നിൽക്കാൻ പറഞ്ഞ് ആ ആരോപിതയാകിയ ആ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്ന് ജഗത്രയത്തെങ്കിലും അങ്ങനെ സങ്കടങ്ങളെല്ലാം ഈ ജഗത്രയത്തെങ്കിലെ സങ്കടങ്ങളെല്ലാം തീരുക. ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക എന്ന് പറഞ്ഞു. ഒരു വിഷമവും കൂടാതെ ഒരു സംശയവും കൂടാതെ പരിഗ്രഹിച്ചിടുക. അത് അഗ്നിദേവനാണ് കൊണ്ട് കൊടുക്കുന്നത് വന്യമണ്ഡലത്തിരുന്ന സീതയെ. പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ. അങ്ങനെ അഗ്നിദേവനെ പൂജിച്ചു ശ്രീരാമൻ. ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പം യഥാർത്ഥ സാക്ഷാൽ ദേവി അഗ്നിഭഗവാൻ കൊണ്ടുകൊടുത്തു. ഇത് സത്യത്തിൽ അർത്ഥം അറിഞ്ഞ് വായിക്കാത്തവർക്ക് എന്തും പറയാമല്ലോ. പങ്കേരുഭാഷണം ജാനകി ദേവിയെ സ്വാങ്കേ സമാവേശ ശോഭിച്ചത് ഏറ്റവും. അങ്ങനെ സ്വന്തം മടിയിലിരുത്തി ഭഗവാൻ ശ്രീരാമൻ. ഭഗവാൻ ഇത് അത്ര പരിശുദ്ധയായ ദേവിയെ ഭഗവാൻ സ്വാങ്കേ സമാവേശ ശോഭിച്ചതേറ്റവും ഭഗവാന്റെ മടിയിൽ പിടിച്ചിരുത്തി. ദേവേന്ദ്രൻ സ്തുതിക്കുന്നു. സംക്രന്ദനൻ തഥാ രാമനെ നിർജ്ജര സംഖ്യേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്രപ്രഭോ പാഹിമാം രാമഭദ്രപ്രഭോ പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. കാരണം രാവണനെ വത്സപ്പനെ എല്ലാവർക്കും സ്തുതിക്കാമല്ലോ, ദേവേന്ദ്രനൊക്കെ വിഷമിക്കാതിരിക്കാമല്ലോ. ഇനി ദേവന്മാർക്കും എല്ലാവർക്കും ഭൂമിയിലുള്ള ഭക്തന്മാർക്കും ബ്രാഹ്മണന്മാർക്കും മഹർഷിമാർക്കും എല്ലാവർക്കും ഇത് വേണമായിരുന്നല്ലോ രാവണന്റെ വധം. അതുകൊണ്ട് ദേവേന്ദ്രനെ സ്തുതിക്കുക. സംക്രന്ദനൻ അതായത് ദേവേന്ദ്രൻ തഥാ രാമനെ നിർജ്ജര സംഖ്യേന സാർത്ഥം, അത് ദേവന്മാരെല്ലാവരും കൂടെ സംഘം കൂടി ആണ് വണങ്ങി സ്തുതിച്ചു. രാമചന്ദ്രപ്രഭോ പാഹിമാം രാമഭദ്രപ്രഭോ പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളത് ഇങ്ങനെ
പുണ്യ പീയൂഷവാരിധേ നിൻ തിരുനാമ അമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നണമെൻ പോറ്റി മാനസേ നിൻ ചരിതാമൃതം ചൊല്ലുവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിരണം യോഗമൂർത്തേ ജനകാത്മജ വല്ലഭ. സീതയുടെ ഭർത്താവേ, ഇതിനെ എപ്പോഴും കേൾക്കാൻ ചെവി കൊണ്ട് കേൾക്കാനും ഭഗവാന്റെ നാമം ചരിത അമൃതം ചൊല്ലുവാനും അതെപ്പോഴും എൻ്റെ ചെവി കൊണ്ട് കേൾക്കാനും യോഗം വരുവാൻ അനുഗ്രഹിക്കണം. യോഗമൂർത്തേ ജനകാത്മജ വല്ലഭ. ജനകാത്മജ സീതയുടെ ഭർത്താവായ ഭഗവാനെ. ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമേതി ജപിക്കുന്നത് അന്വഹം. ഈ പരമശിവൻ പോലും ഭഗവാന്റെ നാമങ്ങൾ രാമേതി ജപിക്കുന്നത് അന്വഹം പരമശിവനും പോലും ചെയ്യുന്നു. ത്വൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നത് എപ്പോഴും ആത്മശുദ്ധിക്കും ഉമാവല്ലഭൻ. അതായത് ഭഗവാന്റെ പാദതീർത്ഥം എപ്പോഴും ശിരസി പരമേശ്വരൻ്റെ ശിരസിൽ വഹിക്കുന്നത് എപ്പോഴും ആത്മശുദ്ധിക്ക് ഭഗവാൻ നാരായണനായ ശ്രീരാമനായാലും കൃഷ്ണനായാലും നാരായണൻ്റെ പാദതീർത്ഥം ശ്രീരാമൻ്റെ അത് ഉമാവല്ലഭൻ പരമശിവൻ എപ്പോഴും ശിരസി വഹിക്കുന്നു പാദതീർത്ഥം. എന്തിനാണ്? ആത്മശുദ്ധി കിട്ടാൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോട് അരുൾ ചെയ്തു രാഘവൻ. മൃത്യു ഭരിച്ച കപികുല വീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം. മരിച്ചുപോയ കപിവരന്മാരൊക്കെ ജീവിപ്പിക്കണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിടുക. എന്ത് ഫലങ്ങളായാലും അത് കുരങ്ങന്മാർ തിന്നുമ്പോൾ അത് മധുരമാക്കണം. വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായി ഒഴുകണമെന്ന് കേട്ട് ഇന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്ന് കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. നദിയിലല്ലേ കുരങ്ങന്മാർ, എത്രമാത്രം കുരങ്ങന്മാരാ, അവർക്ക് നദിയിലല്ലേ കുടിക്കാനുള്ള വെള്ളം, അത് എന്തായി തീർക്കണം? തേനായി ഒഴുകണമെന്ന്. തേനായിരിക്കും, തേൻ. പിന്നെ പക്വഫലങ്ങളോ മധുരം ഉള്ളതാക്കി തീർക്കണമെന്ന്. അവർക്ക് മറ്റെന്താ ആഹാരം? കുരങ്ങന്മാർക്ക് അതൊക്കെയല്ലേ ഉള്ളു, നമ്മളെ പോലെ ഭക്ഷണങ്ങൾ അവർക്കില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ എന്ന് പറയും എല്ലാം അതുപോലെ തന്നെ ചെയ്യാം. കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. അങ്ങനെ എങ്ങനെയാ കവികൾ ഉറങ്ങിക്കിടക്കുന്ന കവികരന്മാർ എങ്ങനെ ഉണരുമ്പോൾ അതുപോലെ മരിച്ച കവികളെല്ലാം കുരങ്ങന്മാരെല്ലാം എഴുന്നേറ്റു. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ ഭഗവാൻ ശ്രീരാമനെ തന്നെ തൊഴുതാരവറുകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്ത നേരം. ചന്ദ്രചൂടൻ ആരാ? പരമശിവൻ. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്ത് തന്നേരം എന്താ? നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനം അമർന്ന് നിന്നെ കാണാൻ. സൂക്ഷ്മ ശരീരം ഉണ്ടല്ലോ, ഭഗവാനെ കാണാൻ പറ്റും, അത് കാണാം. എൻ്റെ അച്ഛൻ അങ്ങനെയുള്ളവരെ കാണുമായിരുന്നു. മരിച്ചുപോയവരുടെ വരുമ്പോൾ അമ്മയെടുത്ത് പറയാം, പാർക്കുട്ടി ഇന്നാരിതാ വന്നിരിക്കുന്നു, അവർക്ക് ഇന്നത് കൊടുക്ക്, അങ്ങനെ പറയും. എന്തെങ്കിലും വിശേഷ ആഹാരങ്ങളോ നമ്മളെ സാധാ ആഹാരങ്ങളായപ്പോലും അന്നൊക്കെ ഡെസ്കും ബെഞ്ചുമില്ല, പലക, നാൽക്കാലി എന്ന് അച്ഛൻ പറയാ. 4 കാലുള്ള നമ്മളൊക്കെ എന്താ പറയുക വേറെന്തോ ഒരു വാക്ക് മറന്നുപോയി. നാൽക്കാലി എന്നാ അച്ഛൻ പറയുന്നത്. അപ്പം അമ്മയെ വിളിക്കുന്നത് പാർക്കുട്ടി എന്നാ. അമ്മയുടെ പേരങ്ങനെയാ, പാർക്കുട്ടി ഒരു നാൽക്കാലിലൂടെ ഇട്, ഇന്നാര് വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അതുപോലെ ഭഗവാൻ പരമേശ്വരൻ ചന്ദ്രചൂടൻ പറഞ്ഞു, രാമചന്ദ്രനെ നോക്കി പറഞ്ഞു, നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ. സ്വർഗത്തേക്ക് പോയേക്കുമല്ലയോ മരിച്ച്. അതുകൊണ്ട് ദശരഥൻ വന്നിതാ നിന്ന് വിമാനം അമർന്ന് നിന്നെ കാണാൻ ചെന്ന് വണങ്ങുക എന്ന അൻപോട് കേട്ടതാ മന്നവൻ സംഭ്രമം കൊണ്ട് വണങ്ങിനാൻ. പെട്ടെന്ന് തന്നെ ശ്രീരാമൻ വണങ്ങി പിതാവിനെ. വൈദേഹിതാനും സുമിത്രാതനേനും ആദരവോട് വന്നിച്ചു ജനകനെ. സീതയും ലക്ഷ്മണനും ശ്രീരാമനുൾപ്പെടെ ചേർന്ന് പിതാവിനെ വണങ്ങി ദശരഥനെ. ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമപുരുഷനെ. അത്രമാത്രം ഭഗവാനല്ലേ, പിന്നെ തപസ് ചെയ്ത് കിട്ടിയതല്ലേ, പരമാത്മാവല്ലേ ശ്രീരാമൻ സ്വന്തം മകനായി വന്നത്. അതുകൊണ്ട് ഗാഠം പുണർന്നു, മകനുമാണ് പരമാത്മാവുമാണ്. എത്ര ഭാഗ്യം! ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്ന ആനന്ദമഗ്നനായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ, എൻ മകനായി പിറന്ന ഭവാന് ഞാൻ. ഭഗവാനോട് പറഞ്ഞു, ചിന്മയനായ ശ്രീരാമനോട് പറഞ്ഞു,
എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചത് ഇന്നാകയാൽ ഇന്ന്. കാരണം ഇദ്ദേഹം അത്രയ്ക്കൊന്നും അറിഞ്ഞല്ലല്ലോ മരണപ്പെട്ടത്. ഭഗവാന്റെ ദശരഥ മഹാരാജന്റെ മകനായിട്ടല്ലയോ ഈ കാട്ടിലേക്ക് വിട്ടത്. ഇത്രയും ഭഗവാൻ പരമാത്മാവാണെന്നൊന്നും അത്രയ്ക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തേ, മകനോട് പറയുക, പിതാവ് പറയുക, നിർമ്മലമൂർത്തേ ധരിച്ചത് ഇന്നാകയാൽ ജന്മ മരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിൻ മഹാമായ മോഹിപ്പിയായ എന്നെയും. എനിക്കിനി നിന്റെ മായ, ഭഗവാന്റെ മായയാണല്ലോ ഈ ലോകം പ്രപഞ്ചം, ഇനി ഇങ്ങനെ ആഗ്രഹം എന്നെ ഉണ്ടാക്കരുത്. കാരണം ഉണ്ടായെന്തോരും വീണ്ടും ഭൂമിയിലേക്ക് വരണ്ടേ. അതുകൊണ്ട് എന്നെ ഇനി എനിക്ക് ആഗ്രഹങ്ങളൊന്നും വരുത്തരുതേ. ആഗ്രഹം വരുന്നതാണ് മായ, ഭഗവാന്റെ മായ. അതുകൊണ്ട് ജന്മ മരണാദി ദുഃഖങ്ങളെല്ലാം എനിക്ക് തീർന്നു. ഇനി നിൻ മഹാമായ മോഹിപ്പിയായ എന്നെയും കൽമഷനാശ കാരുണ്യവാരുതേ, കൽമഷങ്ങളെ നശിപ്പിക്കുന്ന, പാപങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാനി മകനാണ്, സ്വന്തം മകനെയാണ്, മകനോടാണ് പറയുന്നത്. ഭഗവാനല്ലേ, പരമാത്മാവല്ലേ. അതുകൊണ്ട് കാരുണ്യവാരുതേ കൽമഷനാശന. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാമോദേന പോവാൻ അനുവദിച്ചിടാൻ. അങ്ങനെ പിതാവിൻ്റെ വാക്യമൊക്കെ ഇത് കേട്ടിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, മോദന തോന്നേരം നിൽക്കാൻ ദേഹമില്ലല്ലോ, സൂക്ഷ്മ ശരീരമല്ലേ, അങ്ങനെ പോവാൻ അനുവദിച്ചിടാൻ. ഇന്ദ്രാദി ദേവകളോടും ദശരഥൻ ചെന്ന് അമരാവതി പൊക്കു മരുവിനാൻ. അങ്ങനെ ഇന്ദ്രാദി ദേവന്മാരുടെ കൂടെ തന്നെ ദശരഥൻ, ഇത് സത്യമായ കാര്യമാണ് മക്കളെ, നിങ്ങളെല്ലാവരും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക, നമുക്കും അവിടെയൊക്കെ പോകാം. വളരെ പുണ്യം ചെയ്താൽ അവിടെ പോകാം. അതല്ല മോക്ഷത്തിലേക്ക് കിടക്കണമെങ്കിൽ അവിടെ വിട്ടു പോകണം. എങ്കിലും നമ്മൾ പുണ്യകർമ്മങ്ങൾ നന്മയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പുണ്യം തീരുവോളം നമുക്ക് സ്വർഗത്തൊക്കെ പോയി അവിടെയൊക്കെ കാണാം. നമ്മുടെ പുണ്യം തീർന്നിട്ട് പിന്നെ വീണ്ടും ജനിച്ചു വരണം എന്നുള്ളതേ ഉള്ളൂ. അതേസമയം ഈ ഒരു സുഖവും വേണ്ട, സ്വർഗത്തിൽ ഒന്നും പോവാതെ ഒരു ആഗ്രഹവും ഇല്ലാതെ എല്ലാം ത്യജിച്ച് മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ എവിടെ പോകാം? നമുക്കും ഭഗവാന്റെ ഒക്കെ കാരണത്തിൽ പോവാം, മൂലത്തിൽ. പിന്നെ ഇനി ജനനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത്. ഇവിടെ സ്വർഗത്ത് പോയാൽ ജനിച്ച് വരണം. നമ്മുടെ കർമ്മങ്ങൾ അവിടെ തീരുമ്പോൾ അനുഭവിക്കണ നല്ല എന്താ പറയുക പുണ്യങ്ങൾ തീരുമ്പോൾ അവിടെ പോയി സുഖം അനുഭവിച്ചിട്ട് തീരുമ്പോൾ ഇനി പോരണം. അതുകൊണ്ട് ഇദ്ദേഹം ദശരഥ മഹാരാജാവ് ഇന്ദ്രാദി ദേവകളോടും ദശരഥൻ ചെന്ന അമരാവതി, അത് ദേവലോകത്ത് പൊക്കു മരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്ന് പൊക്കു വിരിഞ്ചനും. കാത്യായനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യ വൃക്ഷാരൂഢനായി എഴുന്നള്ളിനാൻ. വൃക്ഷം കാളപ്പുറത്ത് ഭഗവാനും പോയി, മഹേശ്വരനും കാത്യായനി ദേവിയോടും കൂടി. ശ്രീരാമചന്ദ്ര നിയോഗന പോയതു നാരദനാദി മഹാമുനി വൃന്ദവും. ഭഗവാനോട് ചോദിച്ചിട്ട് ആജ്ഞ വാങ്ങിച്ച് നിയോഗം കൊണ്ട് അവരും പോയി, എല്ലാവരും യാത്ര പറഞ്ഞ് പോയി. നാരദനാദി മഹാമുനി വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാർ. എല്ലാവരും അവരുടെ സ്ഥാനത്തേക്ക് പോയി. അയോധ്യയിലേക്കുള്ള യാത്ര. ഇനി അവർ തിരിച്ച് മടങ്ങുവാണ്. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ച് ഇത് പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാം എന്നെക്കുറിച്ച് വാത്സല്യമുണ്ട് ഏതാനും എങ്കിൽ അത്രയവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗലസ്നാനവും ആചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങ് നാളെ ഇങ്ങോട്ട് എഴുന്നള്ളുകയുമാൻ. നാളെ ഇന്ന് ഇവിടെ തങ്ങി എല്ലാവരുടെ ഒരു എന്തോ വിരുന്നൊക്കെ ഇതുവരെ അങ്ങനെ ഒത്തില്ലല്ലോ, വിഷമം യുദ്ധമൊക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് സന്തുഷ്ടനായി പറയുന്നു, ഈ വിഭീഷണൻ പറയുന്നു, ഭക്തനല്ലേ, ഇന്നിവിടെ കഴിഞ്ഞ് വിരുദ്ധം കഴിഞ്ഞിട്ട് അത് അടുത്ത ദിവസം പോകാം അയോധ്യയിലേക്ക് എന്ന് പറഞ്ഞു. എന്ന് വിഭീഷണൻ ചൊന്നത് കേട്ടപ്പോൾ മന്നവൻ താനും അരുൾ ചെയ്തു. എന്താ പറഞ്ഞേ ഭഗവാൻ, അത് പറ്റുമോ? കാരണം നോക്കിയിരിക്കുകയാണ് എന്താ പറയുക ഭരതൻ. പിറ്റേനാൾ അഗ്നിൽ ചാടി മരിക്കണമെന്ന് ഉറപ്പ് കൊടുത്തേക്കുക. ഭഗവാനോട് തങ്ങാൻ പറ്റുമോ ഒരു ദിവസം? അപ്പോൾ പറഞ്ഞു, സോദരനായ ഭരതൻ അയോധ്യയിൽ ആദിയും പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നതു ഞാൻ അവൻ തന്നോട് കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കുന്നുള്ളതില്ലടോ. കാരണം എന്നെ ഓർത്ത് സഹോദരൻ ഭരതൻ അയോധ്യയിൽ കഴിയുവാണ്, ആദി കൊണ്ടിരിക്കുകയാണ്, എന്നെ പാർത്തിരിക്കുന്നു. ഞാൻ അവൻ തന്നോട് കൂടി, ഞാനും അവനും കൂടി ഒന്നിച്ചാണ് എനിക്ക് അലങ്കാരങ്ങൾ പറ്റൂ. ഇങ്ങനെയുള്ള സദ്യകൾ വിരുന്നൊക്കൂ. കാരണം അവിടെ തപസ്സിരിക്കുന്ന പോലെ മുനിവേഷത്തിലിരിക്കുകയാണ്. ഇവിടുത്തെ ആള് വിരുന്നൊരുക്കി കഴിച്ചിട്ട് പോകുന്ന നല്ലതാണോ? ഭഗവാൻ ശ്രീരാമ തന്നെ ഓർത്തിരിക്കല്ലേ, അവിടെ മുനിവേഷത്തിലിരിക്കല്ലേ. ഒരു ഭക്ഷണം എല്ലാം ഫലമൂലങ്ങളാണ് കഴിക്കുന്നത്, ആഹാരം വെച്ച് കഴിക്കുന്ന ആഹാരം ഒന്നും അല്ല. ശ്രീരാമൻ എങ്ങനെയാണ് അതുപോലെയാണ് അവിടെ
ഭരതനും കഴിയുന്നത്. അതുകൊണ്ട് എന്നെയും പാർത്തിരിക്കുന്നു ഞാൻ അവൻ തന്നോട്, ഞാനും അവനും കൂടെ ഒന്നിച്ച് കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കുക എന്നുള്ളതില്ലടോ. ഞാനും അവനും കൂടെ ഒന്നിച്ചേ അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കത്തുള്ളൂ. അതുവരെ ഒരു പഴവർഗ്ഗങ്ങളൊക്കെ തന്നെയാണ് കഴിക്കുന്നത് അവിടെയും ഇവിടെ. അതുകൊണ്ട് ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാന അശനാദികൾ ആചരിക്കുന്നതും അവനോടുകൂടിയേ ആവിതു. ചെന്നൊരു രാജ്യത്തിൽ, ഇപ്പം വിഭീഷണൻ രാജാവായി, അപ്പം ലങ്ക ഒരു രാജ്യമാണ്. അപ്പം അവിടെ ഒരു രാജ്യത്തെന്ന് ശ്രീരാമനും പിന്നെ ഭരതനെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു വിരുന്ന് സൽക്കാരം ചെയ്യുന്നത് സ്നാന അശനാദികൾ അങ്ങനെ നന്നായി ഇങ്ങനെ കുളിച്ചും അശനം കഴിച്ചും ആചരിക്കുന്നത് അവനോടുകൂടിയേ ആവിതു. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വായിക്കണം. ഭരതനോട് കൂടിയേ ഞാൻ ചെയ്യത്തുള്ളൂ. അതാണ് എത്രമാത്രം എന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിതൊക്കെ കേട്ടാൽ അത്ഭുതപ്പെടും. നമ്മളൊക്കെ ഇക്കണത് എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്യുക? നമ്മൾക്ക് ആഹാരം കിട്ടിയാൽ എനിക്ക് വയറ് തന്നു കിട്ടിയത് ഇരിക്കട്ടെ, നമ്മൾ ആരെയും ഓർക്കത്തില്ല. ഈശ്വരനെ പോലും ചിന്തിക്കത്തില്ല. കാണുന്നതിന് മുമ്പേ കെട്ടുന്നതിന് മുമ്പേ വയറ് നിറയ്ക്കണം. ഇവിടെ ഭഗവാൻ എന്താ പറയുക, ഒരു സൽക്കാരവും പറ്റത്തില്ല. എൻ്റെ അനുജൻ എന്നെ പാർത്ത് അവിടെ കഴിഞ്ഞുകൂടുക, ഫലമൂലങ്ങൾ മാത്രം കഴിയുക അവിടെ. അതുകൊണ്ട് കുളി സ്നാന അശനാദികൾ ആചരിക്കുന്നത് ഭരതനോട് കൂടിയേ ആവിതു. എന്ന് 14 വത്സരം തികയും എന്നാണ് 14 സംവത്സരം തികയുന്നത് എന്നുള്ളതും പാർത്ത് അവൻ വാഴുന്നു. ചെന്നീല ഞാൻ എന്ന് തന്നെ എന്നാൽ അവൻ ഞാൻ ചെന്നില്ല എന്ന് കണ്ടാൽ ആ പറഞ്ഞ ഇന്ന് 14 വർഷം തികയുന്ന നാളെ ചെന്നോണം. അങ്ങനെ ചെന്നില്ല ഞാൻ എന്ന് തന്നെ എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേനാൾ. അപ്പം ഇന്ന് തന്നെ ചെന്നില്ലേ പിറ്റേനാൾ എന്താ മരണമാണ് ഭരതൻ്റെ. അതുകൊണ്ട് ഉഴറുന്നതു ഞാനിക്ക്. അതുകൊണ്ട് ഞാനിവിടെ വിഷമിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഇനി അവിടെ ചെല്ലണം. വന്ന് സമയം ഏറ്റവും അടുത്ത്, എൻ്റെ സമയം ഏറ്റവും അടുത്ത് കഴിഞ്ഞു. ഇവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിക്കണം. ചെന്നുകൊള്ളുവാൻ പണി ഉണ്ടതിന് മുന്നമേ. അതുകൊണ്ട് അവിടെ പോകുമ്പോൾ കുറച്ച് പണി ഇവിടെ ഉണ്ട്. നിന്നിൽ വാത്സല്യം ഇല്ലായെങ്കിലും അല്ലമേ. നിന്നോട് ഒരിക്കലും അതുണ്ടാവത്തില്ല. വിഭീഷണൻ അത്ര ഭക്തനാണ്, അത്ര സ്നേഹമാണ് ഭഗവാന്. അവിടെ നിന്നിൽ വാത്സല്യം ഇല്ലായെങ്കിലും അല്ലമേ. നിന്നോട് സ്നേഹക്കുറവുകൊണ്ടല്ല, വാത്സല്യക്കുറവുകൊണ്ടല്ല. സൽക്കരിച്ചിടൂ നീ സത്വരം എന്നോട് മർക്കട വീരരൊക്കവേ സാദരം. ഇവൻ്റെ കുരങ്ങന്മാരും മർക്കടന്മാരും നീ സൽക്കരിക്കൂ. പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും. നമ്മളൊരു കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ സന്തോഷം ആനന്ദം വയറു നിറഞ്ഞ നമുക്കാണ്. അതാണ് ഒരു ഭക്തൻ. ഭഗവാനും അത് തന്നെയാണ്, അത് തന്നെ ഒരു ഭക്തനും ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കും, വിശന്ന് വരുന്ന കാക്കയ്ക്ക് വിശപ്പുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന വെറുതെ അല്ലല്ലോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് ഓർക്കാണ്ട് അത് വരത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കാക്കയ്ക്ക് വിശപ്പുണ്ടോ ഇല്ലെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് വിശന്നിട്ടാ. നമ്മൾ എന്തെങ്കിലും ഇത് തന്നെ എനിക്ക് ഇത് വായിച്ചുകൊണ്ടിരുന്ന പകല് അപ്പോഴങ്ങോട്ട് എണീക്കാൻ പറ്റില്ല. ഞാൻ വേണ്ട പിന്നെ വായിക്കാം, അതൊക്കെ പോയാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് എണീറ്റ് അതിന് കൊടുക്കുന്നത്. എന്താ കാരണം? ഇത് വായിക്കുന്നതിനേക്കാളും ഭയങ്കരമാണ് അതിന് കൊടുക്കുന്നത്. സാക്ഷാൽ പരമാത്മാവിന് കൊടുക്കാൻ തുല്യമാ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വായിക്കുക എടുക്കാന്ന് വെച്ചാൽ ഈ കർമ്മങ്ങൾ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ ഇതൊന്നും വായിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യാതെ ഇങ്ങനെ വിശന്ന് വരുന്ന ജീവജാലങ്ങൾ കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു വിശന്ന് വരുന്ന ഒരു മനുഷ്യനോ മറ്റവർക്കോ എന്തെങ്കിലും നമ്മൾ ഉള്ളത് കൊടുക്കാതിരുന്നാൽ നമ്മുടെ പ്രവൃത്തി അതല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ എന്തിനാ ഇതൊക്കെ വായിക്കുന്നത്? എന്ത് അർത്ഥത്തിനാണ് കൊടുക്കുന്നത്? ഇതെന്ത് അക്ഷരം പഠിക്കാനോ? നമ്മൾ ആയിത്തീരാനല്ലേ ഇതൊക്കെ വായിച്ചു പഠിക്കുന്നത്. അതായി തീർന്നില്ലേ പിന്നെ നമ്മൾ എന്തിനാ? ഇതിൻ്റെ ഫലം എന്താണ്? നമുക്ക് പോകേണ്ടടുത്ത് പോകണ്ടേ? നമ്മൾ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ എന്ത് കാണും? അതുകൊണ്ട് ഇത് പ്രവൃത്തി എല്ലാം ഒന്നിച്ച് നന്നായി വരണം. എനിക്ക് പ്രവൃത്തി മുമ്പേ ഉണ്ടായിരുന്നു. ഇത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ പ്രവൃത്തി ഇതാണല്ലോ എന്ന്. അങ്ങനെ ചില മക്കൾ എന്നെ വിളിക്കാറുണ്ട്, ഞാനും ഇങ്ങനെ ആമേ എന്ന് പറയും. അപ്പം എത്ര ആനന്ദമാ. അതുകൊണ്ട് പിന്നെ സൽക്കരിച്ചിട നീ സത്വരം എന്നോട് മർക്കട വീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും. അവരുടെ പ്രീതി എൻ്റെ പ്രീതിയാണ്. പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ. അതുകൊണ്ട് ഒരു ചഞ്ചലം വിചാരിക്കേണ്ട, മനസ്സിലാക്കൂ. എന്നെ കനിവോട് പൂജിച്ചതിന് ഫലം വന്നുകൊടും കാവ്യവീരരെ പൂജിക്കൽ. കാരണം അവർ എന്താ അങ്ങനെ അവരൊന്നും അല്ലെങ്കിൽ മനുഷ്യൻ്റെ എല്ലാം അറിയാം, എങ്കിലും തനി മനുഷ്യനല്ലല്ലോ, നമുക്ക് അങ്ങനെയുള്ളവർക്കണം കൊടുക്കാൻ. അപ്പം അതുമല്ല, അവരെത്രത്തോളം ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരു ഫലവും ആഗ്രഹിക്കാൻ അവർ എത്രത്തോളം കർമ്മങ്ങൾ ചെയ്തവരാ. അതുകൊണ്ട് എന്നെ കനിവോട് പൂജിച്ചതിൻ്റെ ഫലം
വന്നുകൂടും ഈ കവിവീരരെ പൂജിച്ചാൽ, ഇത് കൊടുത്താൽ, ആഹാരം കൊടുത്താൽ, സൽക്കരിച്ചാൽ പാന അശന സ്വർണ്ണ രത്നാംബരങ്ങളാൽ വാനരന്മാർക്ക് അലംഭാവം വരും വണ്ണം പൂജയും ചെയ്ത് കവികളുമായി ചെന്ന് രാജീവ് നേത്രനെ കൂപ്പി വിഭീഷണൻ. അപ്പോൾ അലംഭാവം എന്ന് വെച്ചാൽ എന്താണ്? വാനരന്മാർക്ക് അലംഭാവം വരച്ച വാനന്മാർക്ക് മതി എന്ന ഭാവം വരുന്നത് പോലെയാണ്. അവർക്ക് കൊടുത്താൽ അവർക്ക് തൃപ്തി വരും, മതി, എല്ലാം തൃപ്തികരമാകും, അതാണ് അവർക്ക് കൊടുക്കുക. അപ്പോൾ പാനം കുടിക്കുക, അശനം കഴിക്കുക. പാന അശന സ്വർണ്ണ രത്നാംബരങ്ങൾ തിന്നാനും കുടിക്കാനും ദാഹമൊക്കെ എല്ലാം വരുമ്പോൾ അവർ സ്വർണ്ണങ്ങളും രത്നാംബരങ്ങളും എല്ലാം കൊടുത്താൽ വാനന്മാർക്ക് അലംഭാവം, മതി എന്ന ഭാവം വരും. അത് വരുംവണ്ണം ചെയ്യണം. മതി എന്ന ഭാവം വരുംവണ്ണം പൂജയും ചെയ്ത് കവികളുമായി ചെന്ന് രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ. ക്ഷിപ്രം അയോധ്യയ്ക്ക് എഴുന്നള്ളുവാൻ ഇഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. പതുക്കിയാ വായിക്കുന്നത്. ഇന്നിത് തീരത്തില്ല, ഇന്ന് 2 മണിക്കൂറായാലും തീരത്തില്ല. രാത്രിയും ചരാധിപൻ യുദ്ധം ഉണർത്തിച്ച വാർത്ത കേട്ട ആസ്തയോടും പുരുഷോത്തമൻ കാലത്ത് നീ വരുത്തിയിടണം വരുത്തിയിടുക എന്നാൻ അഥ പൗരസ്ത്യ യാനവും വന്ന് വന്ദിച്ചതു. അതായത് പുഷ്പക വിമാനം പോകാറാകുമ്പോഴത്തേക്ക് വരുത്തുക. ജാനകിയോടും അനുജനോടും ചെന്ന് മാനവവീരൻ വിമാനവും ഏറിനാൻ. ലക്ഷ്മണനും ജാനകിയും ചെന്ന് കയറി. അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തത് ആദരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. ആരുടെ പറഞ്ഞ? നക്തഞ്ചരാധിപനോട് അവരുള്ളവരോടൊക്കെ പറയുന്നത്. നമുക്കിത് വായിച്ചു പോകാം. മിത്രകാര്യം കൃത്യമായത് നിങ്ങളാൽ എന്നുവെച്ചാൽ ഈ സഹോദരങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായല്ലോ. സുഹൃത്തുക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിത്രങ്ങളായിരുന്നല്ലോ. ശത്രുഭയമിനെ നിങ്ങൾക്ക് അകപ്പെടാൻ, ഇനി ശത്രുക്കളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. മർക്കട രാജ സുഗ്രീവ മഹാമതേ, സുഗ്രീവനോട് പറഞ്ഞു. മർക്കട രാജ സുഗ്രീവ മഹാമതേ. ഓരോരുത്തർക്ക് പറയാ. അയോധ്യയുടെ കാര്യം വിഭീഷണനോട് പറഞ്ഞു. കാരണം മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു എന്ന് നക്തഞ്ചരാധിപനോട് പറഞ്ഞു. ആദ്യമേ ഭഗവാൻ വിഭീഷണനോട് പറഞ്ഞു, യാത്ര പറഞ്ഞു. എന്നിട്ട് ഇനി മിത്രകാര്യം കൃത്യമായത് നിങ്ങളാൽ ശത്രുഭയമിനെ നിങ്ങൾക്ക് അകപ്പെടാ. മർക്കടരാജ സുഗ്രീവ മഹാമതേ. കിഷ്കിന്ധയിൽ ചെന്ന് വാഴുക നീ സൗഖ്യമായി. അയാൾക്കും ആരെയും ഭയക്കണ്ട. ബാലിയെ കൊന്നല്ലോ, ഭാര്യയും രാജ്യമൊക്കെ അയാൾക്ക് കൊടുത്തു. നിങ്ങൾ അവിടെയും പോവുക. ആശരാധീശ വിഭീഷണ ലങ്കയിൽ ആശുപോയി വാഴുക നീയും ബന്ധുവർഗവും. ആശരാധീശ വിഭീഷണ ലങ്കയിൽ ആശുപോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുത്സൻ യുദ്ധം അരുൾ ചെയ്ത നേരത്ത്, കാകുത്സൻ ശ്രീരാമൻ ഇങ്ങനെ അരുൾ ചെയ്ത് നേരത്ത് വേഗത്തിൽ വന്ദിച്ച അവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ അവിടെ കൊണ്ട് അയോധ്യയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ച് മംഗലമാമാർ അഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ള അവിടെ വാണിടുവാൻ ഉണ്ടാക വേണം. തിരുമനസെങ്കിലേ കുണ്ഠിതം ഞങ്ങൾക്ക് തീരൂ ജഗൽ പ്രഭു. ഞങ്ങൾക്കിവിടെ ഒരുക്കവും വേണ്ട, ഒന്നും വേണ്ട. ഭഗവാനോടൊപ്പം ഞങ്ങൾക്കും അവിടേക്ക് വരണം. അവിടെ വന്ന് പിന്നെ തിരുമനസിൽ എന്താ പറയുക, അഭിഷേകം, ഭഗവാനോട് അഭിഷേകം ഉണ്ടല്ലോ, ശ്രീരാമ അഭിഷേകം ഉണ്ടല്ലോ. അത് മംഗലമാമാർ അഭിഷേകമൊക്കെ കണ്ട് കൗസല്യാദികളെ കണ്ട് അമ്മ കൗസല്യമ്മയൊക്കെ വന്നിച്ച് തിരുമനസിലെ കുണ്ഠിതം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമങ്ങൾ എന്നാലേ തീരൂ ജഗൽ പ്രഭു. അവർക്കും എല്ലാവർക്കും കൂടെ പോകണം. അങ്ങനെ തന്നെ നമുക്ക് അഭിമതം. നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. അങ്ങനെയാണ് ഭഗവാനും പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിടുവൻ സങ്കടമെന്നിയേ മിത്രവിയോഗം. സേനയാ സാർത്ഥം നിജാചര രാജനം വാനവന്മാരും വിമാനമേറിടിനാർ. എല്ലാവരും കയറി. ഇനിയും പോകുന്ന വഴിക്ക് കുരങ്ങന്മാരുടെ ഭാര്യമാരെ കൂടെ കയറ്റും. അതൊക്കെ ഓർത്തിതാ ഞാൻ അന്തരം പറയാതെ അങ്ങ് പോകും, കാരണം സമയം പോകുന്നു. അനുജ്ഞയ പുഷ്പകം ഹംസ സമന്വിത ഉൽപ്പതിച്ചു തഥാ നക്തഞ്ചരേന്ദ്ര സുഗ്രീവ അനുജ പ്രിയ യുക്തനാം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചത് അമ്പരാന്തേ തഥാ മിത്രബിംബം കണക്കെ ധനദാസനം പുഷ്പകം. മിത്രബിംബം കണക്കെ സൂര്യബിംബം കണക്കെ തദാസനത് പുഷ്പക വിമാനം ഉത്സംഗ സീമനി വിന്യസ്യ സീതാം ഭക്തവത്സലൻ 4 ദിക്കും പുനരാലോക്യ. അങ്ങനെ വിമാനത്തിനിട്ട് ഉത്സംഗ സീമനി ഭഗവാന്റെ മടിയിലെടുത്തി. ആരെയാ?
സീതാദേവിയെ എല്ലാം കാണിക്കാൻ ഇരുന്ന് ഇതൊക്കെ താഴേക്ക് നോക്കി ഭഗവാൻ അവിടെ എല്ലാം കണ്ട സ്ഥലങ്ങളൊന്നും ദേവി കണ്ടിട്ടില്ലല്ലോ. രാവണൻ മുമ്പേ കൊണ്ടുപോയല്ലോ. ലക്ഷ്മണനും ശ്രീരാമനും ഒരുപാട് കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ കാണിച്ചു കൊടുക്കും. ഇത് പറയും. ഉത്സംഗ സീമനി വിന്യസ്യ ഇരുത്തി മടിയിൽ സീതാം ഭക്തവത്സലൻ 4 ദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഹലോചനേ പശ്യ ത്രികുടാചലോ ഉത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. ആദ്യമേ ലങ്കാപുരം കാണിച്ചു. സീത ആരാമത്തിലിരിക്കല്ലേ, അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇവരല്ലേ ചിറകട്ടി കിടക്കുന്ന ലങ്കാപുരം കണ്ടത്. യുദ്ധാങ്കണം കാണുന്നതിൽ ഇങ്ങ് ശോണിത കർദ്ദമ മാംസ അസ്ഥിപൂർണം ഭയങ്കരം. ഇവരെല്ലാം മരിച്ച അസ്ഥികൂടങ്ങളെല്ലാം പൊങ്ങിക്കിടക്കുക, മാംസങ്ങളെല്ലാം. യുദ്ധത്തിൽ എത്ര പേരാ മരിച്ചത്, അതെല്ലാം കൂനകൂട്ടി കിടക്കുന്നത്, അതാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ലങ്കാപുരത്തിൽ കർദ്ദമ മാംസ അസ്ഥിപൂർണം ഭയങ്കരം. അത്രയോ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായി ഉണ്ടായ സങ്കരം. ഘോരമായ യുദ്ധത്തിൽ അത്രയോ രാവണൻ വീണു മരിച്ചതെന്ന് അസ്ത്രമേറ്റുത്തമേ. എൻ്റെ അസ്ത്രമേറ്റാണ് രാവണൻ മരിച്ചത്. അത്രയോ രാവണൻ വീണ് മരിച്ചത് എൻ്റെ അസ്ത്രമേറ്റ ഉത്തമേ. നിന്നുടെ കാരണം സീത കാരണം മായാസീത കൊണ്ടുപോയോണ്ടാണല്ലോ ഭഗവാൻ എന്നെ കൊല്ലാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് നിന്നുടെ കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ട് അത്രയും മരിച്ചത് വല്ലഭേ. കുംഭകർണനും മകരാക്ഷനും എൻ്റെ അമ്പുകൊണ്ടാണ് മരിച്ചത്. വൃത്രാരിജിത്ത് അതികായനും പുനരത്ര സൗമിത്രി തന്നെ അസ്ത്രമേറ്റ് ഉത്തമേ. വൃത്രാജിത്ത് അതായത് ഇന്ദ്രജിത്തും അതികായനും ആരുടെ അസ്ത്രം? സൗമിത്രിയുടെ, ലക്ഷ്മണന്റെ അസ്ത്രം കൊണ്ടാണ് മരിച്ചത്. ഉത്തമേ സീതേ. വീണു മരിച്ചത്. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാർ. മറ്റുള്ളവന്മാരെയൊക്കെ കൗണവന്മാരെ കവികൾ കുരങ്ങന്മാരാണ് കൊന്നത്. സേതു ബന്ധിച്ചതും കാണടോ സാഗരേ ഹേതു ബന്ധിച്ചതിന് നീയല്ലയോ. അതായത് സീത മുഖാന്തരം ഇതൊക്കെ സീത കാരണമാണല്ലോ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതക നാശനം. 5 കൂട്ടം ദോഷങ്ങൾ പാപങ്ങൾ നശിക്കും ഈ മഹാതീർത്ഥം. ഈ സേതുബന്ധത്തിലുള്ള ഈ മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതക നാശം. ത്രൈലോക്യ പൂജിതം കണ്ടാലുമുണ്ടാ ദുരിത വിനാശം. കണ്ടാലും മതി, എല്ലാ ദുരിതങ്ങളും നശിക്കും ഈ തീർത്ഥ ആ സ്ഥലം. കണ്ടാലും അതിനത്ര രാമേശ്വരം നോക്കൂ, രാമേശ്വരം നോക്കൂ അങ്ങോട്ട്. എന്നാൽ പ്രതിഷ്ഠനായ ശ്രീരാമനാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അങ്ങോട്ട് നോക്കൂ, അത് രാമേശ്വരമാണ്, ഞാൻ പ്രതിഷ്ഠിതാണ്. അത് നീ നോക്കൂ, പന്നകഭൂഷണാണ്. അവിടെ വണങ്ങൂ, പ്രാർത്ഥിക്കും. നമ്മൾ പോകുമ്പോൾ ഒരു അമ്പലം കണ്ട് നമ്മൾ ഒരു യാത്ര ചെയ്യുകയാണ്, വണ്ടിയിൽ നമ്മൾ തൊഴുവാറുണ്ടല്ലോ. ഭഗവാനും പറഞ്ഞു നീ വണങ്ങൂ, പരമേശ്വരനെ മഹേശ്വരനെ. അത്ര വന്ന് എന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ. ആ സ്ഥലത്ത് വെച്ചാണ് അവിടെ കഴിയുമ്പോഴാണ് വിഭീഷണൻ വന്ന് എൻ്റെ ഒക്കെ വന്നത്. ഈ രാവണനോട് പിണങ്ങി അയാളെ ഗുണദോഷിച്ചപ്പോൾ അയാൾ വെട്ടാൻ ചെന്നപ്പോഴാണ് ഭഗവാന്റെ അടുക്കലേക്ക് വിഭീഷണൻ വന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അത്ര വന്ന് എന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ. അതുകൊണ്ട് ഇവിടെ വച്ചാണ് വിഭീഷണൻ എൻ്റെ അടുക്ക വന്നത്. പുഷ്കര നേത്രേ പുരോഭവി കാണടോ. പുഷ്കര നേത്രേ സീതയെ വിളിക്കുകയാണ്. പുഷ്കര നേത്രേ ഈ പുരോഭവി കാണടോ, താഴോട്ട് നോക്കൂ. കിഷ്കിന്ധയാഗം കവീന്ദ്രപുരീമമാം. ഇത് കവീന്ദ്രപുരീമിമ. ഇത് കവീന്ദ്രന്മാർ കുരങ്ങന്മാരുടെ രാജധാനിയാണ് കിഷ്കിന്ധ. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ഭഗവാൻ പറയുന്നത് ഇന്നതാണെന്ന്. ശ്രുത്വ മനോഹരം ഭർത്തൃവാക്യം മുത പൃഥ്വീസുതയും അപേക്ഷിച്ച് തന്നേരം. അപ്പം ഭഗവാന് അപേക്ഷ കൊടുക്കുന്നു. സീത എന്താ പറയാ? താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. അവിടെ വന്നവൻ പറഞ്ഞു ഈ താര അതിയായുള്ള താര ആരാണ്? ബാലയുടെ ഭാര്യ രൂമ സുഗ്രീവന്റെ. അപ്പൊ താരയ്ക്ക് ഭർത്താവ് ഇല്ലല്ലോ, ബാലിയെ കൊന്നല്ലോ. എങ്കിലും ഇവരെല്ലാം കൂടെ നമുക്ക് ഈ വാനര സുന്ദരിമാരെ കൂടെ നമുക്ക് കൊണ്ടുപോയി നമ്മുടെ അയോധ്യയിലേക്ക് കൊണ്ടുപോകണം. സീത പറഞ്ഞു. കാരണം എത്ര നാളേ യുദ്ധം തുടങ്ങിയിട്ട് കുറേ നാളായി. അന്നോട്ട് ഇവർ തങ്ങൾ കാണുന്നില്ല, ഈ കുരങ്ങന്മാരെ, ഈ കുരങ്ങകൾ കാണുന്നില്ല. അതുകൊണ്ട് ഇവരെ കൂടെ നമുക്ക് കൊണ്ടുപോയിടണം. അപേക്ഷയാണ്, ഭഗവാനോട് അപേക്ഷിച്ചതാ ആരാ? സീത. കൗതൂഹലം അയോധ്യാപുരി വാസിനാം ചേതസി പാരമുണ്ടായവർ നിർണയം. അയോധ്യയിലുള്ളവർക്ക് വളരെ സന്തോഷമായിരിക്കുമെന്ന്. ഇവരെ കൂടെ കൊണ്ടുവന്നാൽ അവിടെയുള്ളവർക്ക് സന്തോഷമായിരിക്കും. കൗതൂഹലം അയോധ്യാപുരി വാസിന. അവിടെ വസിക്കുന്നവർക്ക് സന്തോഷമായിരിക്കും, കൗതുകമായിരിക്കും. ചേതസി പാരമുണ്ടായി വരും നിർണയം. അത് അവർക്ക് അത്രമാത്രം മനസ്സ് സന്തോഷമായിരിക്കും.
വാനര വീരനും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഇവരും കുറച്ച് നാളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവും ഭാര്യ കുരങ്ങന്മാരും കുരങ്ങിമാരായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ കുരങ്ങി പറഞ്ഞാൽ എനിക്ക് പറ്റും പറഞ്ഞ് തിരിയുന്നില്ല. മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർത്തൃവിയോഗം ഭർത്തൃവിയോഗജ ദുഃഖം ഇന്ന് എന്നോളം ഈ സീതയോളം അത് ഒരു വല്ലാത്ത ദുഃഖത്തിലായിരുന്നല്ലോ ഈ അയോധ്യയിൽ പോയിരുന്നത്. അല്ല രാവണൻ്റെ ലങ്കായിൽ പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭർത്തൃവിയോഗം. അപ്പോൾ ഈ സ്ത്രീകളും അതുപോലെ വിഷമിച്ചല്ലേ. ഞാൻ എത്ര നാൾ ഇതുപോലെ വിഷമിച്ചിരുന്നു. ഭർത്തൃവിയോഗം ദുഃഖം ഇന്ന് എന്നോളം ഈ ത്രിലോകത്തിൽ ആരറിഞ്ഞിട്ടുള്ള ഈ 3 ലോകത്തിലും വെച്ച് ആരാ അറിഞ്ഞിട്ടുള്ള ഇത്രയും എന്നോളം സീതയോളം വിഷമം. അതുകൊണ്ട് ഇവരെ കൂടെ നമുക്ക് കൊണ്ടുപോകാം. ഇനിയെങ്കിലും അവരൊന്നിച്ച് കുറച്ച് ദിവസം അങ്ങനെ വരട്ടെ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോയണം. അതുകൊണ്ട് നമുക്ക് കുരങ്ങന്മാരുടെ ഭാര്യമാരെ ഇന്ന് തന്നെ കൊണ്ടുപോകണം. രാഘവൻ ത്രൈലോക്യ നായകൻ ഉള്ളിൽ ഉള്ള ആഘോതം അപ്പോൾ അറിഞ്ഞു. വിമാനവും ശോണിതലും നോക്കി മന്ദം തഥാ. അപ്പം ഈ അഭിപ്രായം ഭഗവാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിമാനം ശോണി ഭൂമിതലത്തിലേക്ക് നോക്കി മന്ദം തഥാ താണത് കണ്ടാലും ചെയ്തു. രഘുത്തമൻ താഴേക്ക് വന്നു. വാനര വീരരെ നിങ്ങൾ നിജ മാനിനിമാരെ വരുത്തുവിൻ. ഏവരും കുരങ്ങന്മാരോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരെ പെട്ടെന്ന് വിളിക്കൂ. മർക്കട വീരർ അത് കേട്ടുമോ അതിനെ കിഷ്കിന്ത ബുക്കു നിജ അങ്കനമാരെയും സ്ത്രീകളെയും അങ്കനമാരെയും പോകുന്ന ചൊല്ലി വിമാനം കരയേറിനാൻ. അവരെ വിളിച്ചുകൊണ്ട് വന്ന് വിമാനത്തിൽ കയറി. ശാഖാമൃഗാധിപന്മാരും കരയേറിനാർ. താരാർമകളായ ജാനകി ദേവിയും താര രുമാദികളോട് മോദാനിത. താരയും രുമാതി രണ്ടുപേരാണ്. താര ബാലയുടെ ഭാര്യ, രുമ സുഗ്രീവന്റെ ഭാര്യ. ദേവി ജാനകിയുടെ കൂടെ അവർ കയറി. ആലോകനാലാപ മന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വനായകൻ ജാനകിയോട് അരുളി ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാ ഋഷ്യമുഖാചലം ഉത്തുംഗം. എത്രയും ഈ ഋഷ്യമുഖാചലാണ് ഇവിടെ സഖ്യം ചെയ്ത പേരെന്താ സുഗ്രീവനും ഭഗവാന്റെ സഖ്യ ഋഷ്യമുഖാചലത്തിലാണ്. അവിടെയാണ് ഇത് ഋഷ്യമുഖാചലം ഉത്തംഗം. എത്ര ഇത് അത്ര അഗാധ പർവ്വതമാണ്. അതിൻ്റെ ഉത്തംഗത്തിലാണ്. എന്താ അത്ര വൃത്രാരിപുത്രനെ കൊന്നതും ബാലിയെ കൊന്നതും ഉടച്ചാണല്ലോ യുദ്ധത്തിൽ. മുക്താങ്കി പഞ്ചവടി നാം ഇരുന്നേടം. അടുത്ത പഞ്ചവടി കാണിച്ചു. പഞ്ചവടി നാം ഇരുന്നേടം വന്ദിച്ചു കൊള്ളുക. അഗസ്ത്യാശ്രമം ഭക്തി കൊണ്ട് ഇന്ദിവരാക്ഷി സുതീഷ്ണാശ്രമത്തെയും ഓരോരോ ആശ്രമങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ചിത്രകൂടാചലം പണ്ടു നാം വാണിടം. ചിത്രകൂടാരത്തിൽ അവർ ഒന്നിച്ചിരുന്നവിടെ ഇല്ല ചിക്കി ഒക്കെ ഇരുന്നല്ലോ. എന്തോ ഒരു മാംസം കാകൻ വന്ന് ദേവേന്ദ്രൻ്റെ മകൻ വന്ന് കൊത്ത്. അപ്പം എന്താ പറയുക, ശ്രീരാമൻ ദേവിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങി. അതാന്നൊരു വാക്യം പറയാൻ കൊടുത്തു വിട്ടത് വാക്യങ്ങൾ ഹനുമാനോട്. ഈ ഒരു വാചകം പറഞ്ഞ ഭഗവാൻ മനസ്സിലാവുമെന്ന്. ആ സ്ഥലം ചിത്രകൂടാചലം പണ്ട് നാം വാണയിടം. അത്ര കണ്ടു ഭരതനെ നാമിടോ. അവിടെയാണ് ഭരതൻ ചെന്നത്. അയോധ്യയിൽ നിന്ന് ഭരതൻ പിന്നെ പിതാവിൻ്റെ മരണമൊക്കെ കഴിഞ്ഞിട്ട് ശ്രീരാമനെ കാണാൻ എല്ലാവരുമായിട്ട് വന്നത് ആ ചിത്രകൂടാരത്തിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഈ സ്ഥലം. ഭദ്രേ മുത ഭരദ്വാശ്രമം കാണുക. ഭദ്രേ അടുത്തത് ഭരതൻ്റെ ആശ്രമമാണ്, അത് കാണൂ. ശുദ്ധികരം യമുനാതടശോഭിതം. ഗംഗാനദി അതിനങ്ങ് ഓരോന്ന് പറഞ്ഞേക്ക്. ഇത് കണ്ടതുപോലെ പറയാ. ഗംഗാനദി അതിനങ്ങേത് ശൃംഗിവേരൻ ഗുഹ വാഴുന്ന നാടാണ്. വാഴുന്ന നാട് എടോ. അത് ശൃംഗിവേരൻ ഗുഹൻ എന്ന് പറഞ്ഞ ആൾ വാഴുന്ന നാടാണ് എന്ന സ്ഥലമാണ്. പിന്നെ സരയൂ നദി അതിനങ്ങേത് ധന്യ അയോധ്യ നഗരം മനോഹരേ. അപ്പം സരയൂ നദിയുടെ അപ്പുറത്ത് അങ്ങേത് ധന്യമ അയോധ്യ നഗരം മനോഹരേ. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. ഇത്തം അരുൾ ചെയ്ത നേരത്ത് രാഘവൻ ചിത്തം അറിഞ്ഞാശു താണു വിമാനവും വന്ദിച്ചതു. അങ്ങനെ എല്ലാം കാണിച്ചിട്ട് വിമാനം താഴ്ത്തിയിട്ട് വന്ദിച്ചതു ഭരദ്വാജ മുനീന്ദ്രനെ. നന്ദിച്ച് അനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. ആദ്യങ്കര സ്ഥലമാണ്. ഈ ഗംഗാനദി കടന്ന് മേലോട്ട് പോകുമ്പോഴാണല്ലോ ഭരദ്വാജ ആശ്രമത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഇറങ്ങി മുനിയെ വന്ദിച്ചു. രാമനും ചോദിച്ചപ്പോൾ അയോധ്യയിൽ ആമയം ഏതും ഒന്നും ഇല്ലേ മുനിക്കെല്ലാം എന്തു പറയാ ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിയാം എല്ലാം. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ ചോദിച്ചു. രാമനും ചോദിച്ചപ്പോൾ അയോധ്യയിൽ ആമയം വിഷമം വല്ലതും ഉണ്ടോ? ഒന്നും ഇല്ലേ മുനി മഹർഷേ, അവിടെ എന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ടോ? മാതൃജനത്തിനും സൗഖ്യമല്ലേ മമ, സോദരന്മാർക്കും ആചാര്യജനത്തിനും, അതായത്
അമ്മയ്ക്കും സൗഖ്യമല്ലി, എൻ്റെ സോദരന്മാർക്കും, അതായത് ഭരതനും ശത്രുഘ്നും ആചാര്യനും, അവിടെ ഒരു ആചാര്യനുണ്ട്, വസിഷ്ഠ മഹാമുനി, ആരണ്ട, സുഖമല്ലേ? താപസശ്രേഷ്ഠൻ അരുൾ ചെയ്ത നേരം താപം ഒരുവർക്കും ഇല്ല അയോധ്യാപുരത്തിൽ. ഇവിടെ ആർക്കും ഒരു വിഷമമില്ല. താപം ഒരുവർക്കും ഒരു വിഷമവും ഇല്ല അയോധ്യാപുരി. അവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. നിത്യം ഭരത ശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലം ഭക്ഷിച്ച്. പക്ഷെ ഇദ്ദേഹം കാണുന്നുണ്ട്, ആരും പറഞ്ഞറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിത്യവും ഭരത ശത്രു കുമാരന്മാർ എന്ത് ചെയ്യുന്നു? ശുദ്ധമാകും ഫലമൂലമാണ് ഭക്ഷിക്കുന്നത്. ഈ ശ്രീരാമനെ പോലെ ഭക്തിയ ജഡാ വൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപന നിന്നെയും പാർത്ത്, സത്യസ്വരൂപന പരമാത്മാ ശ്രീരാമനെയും പാർത്ത് ആഹന്ത സിംഹാസനെ പാതുകം വെച്ച്, അവിടുത്തെ സിംഹാസനത്ത് കൊണ്ട് ഭഗവാന്റെ പാതുകം വെച്ച് മോഹം ത്യജിച്ച് എല്ലാ ആഗ്രഹങ്ങളും പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്ങൾ സമർപ്പിച്ചു. സമ്മതന്മാരായിരിക്കുന്നത് എപ്പോഴും. എത്ര ഭാഗ്യം! ശ്രീരാമനെ ഓർത്ത് തന്നെ പാതകം വെച്ച് പൂജിച്ച് സർവ്വം അതിന് സമർപ്പിച്ചു. ആ പാതകത്തിൽ ഭഗവാനാണെന്ന് കരുതി എന്തും അവിടെ സമർപ്പിച്ചിട്ട് രണ്ടുപേരും അവിടെ കഴിയുന്നു. തൊലപ്രസാദത്തിൽ അറിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ പ്രസാദം കൊണ്ടാണ് ഞാനിതെല്ലാം അറിയുന്നതെന്ന്. ശ്രീരാമ ഭഗവാൻ പരമാത്മാവല്ലേ, അപ്പം ദിവ്യ ദൃഷ്ടി കൊണ്ട് ഇതെല്ലാം ഞാൻ അറിയുന്നു. അതാ ഭഗവാന്റെ പ്രസാദത്താൽ ഞാൻ ഇതൊക്കെ അറിയുന്നു. ചില പുരുഷപ്രഭു വൃത്താന്തമൊക്കെ ഈ വൃത്താന്തങ്ങളെല്ലാം ഭഗവാന്റെ പ്രസാദം ഞാനിതെല്ലാം അറിഞ്ഞു മുനി പറഞ്ഞു. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടതൊക്കെ ഇതെല്ലാം അദ്ദേഹം കണ്ടു. ഈ ഭരത മഹാമുനി അവിടെ നടന്ന യുദ്ധങ്ങൾ മൊത്തം അദ്ദേഹം കണ്ടു. ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ. ഭഗവാൻ പരബ്രഹ്മമേതും ആദിമധ്യാന്തം ഇല്ലാതെ പരബ്രഹ്മാണ് അങ്ങ് ശ്രീരാമൻ. അത് തിരിക്കരുതാതൊരു വസ്തുവാണ്. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ അനന്തൻ ജഗൽ പ്രഭോ, ഇന്ന് നീ ശുദ്ധമാക്കണം മമാശ്രമം. ഇന്ന് എൻ്റെ ആശ്രമം നീ ശുദ്ധമാക്കണം. ചെന്ന് അയോധ്യാപുരം പൂക്കിന് അടുത്ത നാൾ ഇന്നിവിടെ കഴിയണം, ഇവിടെ ശുദ്ധമാക്കണം. ഇന്നിവിടെ കഴിഞ്ഞിട്ട് അടുത്ത നാൾ അയോധ്യക്ക് പോകാം. കർണാമൃതമാ മുനിവാക്ക് കേട്ട് പോയി പർണശാല അകം പുക്കിത് രാഘവൻ. കർണാമൃതം, ചെവിക്ക് അമൃതമാകുന്ന വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു? മുനിയുടെ വാക്ക് കേട്ടിട്ട് പോയി പർണശാല അകം പുക്ക് രാഘവൻ ആശ്രമത്തിലേക്ക് പോയി. എന്നിട്ട് പൂജിതനായ ഭാര്യ സമന്വിതം രാജീവ നേത്രനും പ്രീതി പൂണ്ടിയിടിനാൻ. അങ്ങനെ അവരെ സൽക്കാരമായിട്ട് അവിടെ പൂജിച്ചു. എല്ലാ നന്നായി. ഭാര്യ സമന്വിതം, അതായത് സഹോദരനും ഭാര്യയ്ക്കും മറ്റെല്ലാവർക്കും പ്രീതി പൂണ്ടിയിടിനാൻ. ഹനുമൽ ഭരത സംവാദം. ഇനി ഹനുമാൻ ഭരതനുമായിട്ട് നേരത്തെ കൂട്ടി ഭരതനിങ്ങ് വരും. ഹനുമാൻ ഭരതനടുക്കലേക്ക് വരും. ഭഗവാൻ പറഞ്ഞു വിടും, പോയിട്ട് വിവരങ്ങളൊക്കെ എല്ലാം അറിയിക്കാൻ. അപ്പോഴത്തെ ഇവിടെ തങ്ങുമല്ലേ, ഭരതാശ്രമത്തിൽ തങ്ങുമല്ലേ ഇവരൊക്കെ. അതുകൊണ്ട് ഹനുമാൻ പറഞ്ഞങ്ങ് ചെല്ലാല പെട്ടെന്ന്. പിന്നെ മുഹൂർത്തം മാത്രം നിരൂപിച്ചതാ ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ. അനിലാത്മജൻ വെച്ചാൽ ഹനുമാൻ, മാരുതി അനിലൻ, എൻ്റെ പുത്രൻ മാരുതൻ ഹനുമാൻ. ചെന്ന് അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ട് വിശേഷം അറിഞ്ഞു നീ വന്നിടുകെന്ന്. വൃത്താന്തവും പുനഃ ഒന്നൊഴിയാതെ അവനോട് ചൊല്ലണം, എല്ലാ കാര്യം നീ പറഞ്ഞിട്ട് വരണം ഹനുമാനോട് പറഞ്ഞു ശ്രീരാമൻ. പോകുന്ന നേരം ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ചയുടെ അവസ്ഥകൾ. അതായത് പോകുന്ന വഴിക്ക് ഗുഹനടക്കം ചെന്നിട്ടേ പോകാൻ പറ്റും. വെള്ളം കിടന്നൊക്കെ പോകണ്ട. അതുപോലെ ഹനുമാനും വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട. അദ്ദേഹം പറന്ന് അല്ലേ മല എടുക്കാൻ ഇല്ലേ മരുന്നിനൊക്കെ പോയത്, അതുപോലെ പൊക്കോളും. പക്ഷേ ചെന്നിട്ട് ഗുഹനെ കണ്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിക്കാം. ഒറ്റയ്ക്കെത്തി പറയണം, ആരും കേൾക്കരുത്. ഏകാന്തമായി അറിയിച്ചിടുന്ന അവസ്ഥകൾ. മാരുതി മാനുഷ്യവേഷം ധരിച്ചാണ് പോയത്. മാരുതി അത് ഹനുമാൻ മനുഷ്യവേഷം ധരിച്ചാണ് ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. മനുഷ്യവേഷം ധരിച്ചു പോയിട്ട് അല്ലെ ഗുഹൻ ഹനുമാനെ കണ്ടിട്ടില്ല. ഹനുമാൻ എന്താ പറയുക പേരെന്തുവാ, ഗുഹൻ അത് ഭരതൻ്റെ കൂടെ ആണല്ലോ പോയത്. അവിടം വരെ എത്തിയുള്ളൂ. പിന്നെ അല്ലേ അങ്ങ് പോയപ്പോഴല്ലേ പിന്നെ ഹനുമാനെ കണ്ടെത്തിയത്. അതുകൊണ്ട് ഹനുമാനെ വേഷം എങ്ങനെയാ മനുഷ്യവേഷം ധരിച്ച് ആണ് പോയത്. ശ്രീരാമവൃത്താന്ത ഗുഹനെ കേൾപ്പിച്ചു. എന്നിട്ട് സത്വരമ്പിൽ എന്ത് ചെയ്ത് ചെന്ന് നന്ദിഗ്രാമം ഉൾപ്പൊക്ക് ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. അങ്ങനെ അവിടെ ചെന്ന് നന്ദിഗ്രാമത്തിൽ ചെന്ന് ഭരതനെ കണ്ടു.
ചെന്ന് കൂപ്പി പാതകവും വച്ച് പൂജിച്ച് അനാരതം ചേതസ രാമനെ ധ്യാനിച്ച് ശുദ്ധനായി. അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു? പാതകമൊക്കെ വച്ച് പൂജിച്ച് അനാരതം ചേതസ രാമനെ തന്നെ ധ്യാനിച്ച് ശുദ്ധനായി. സോദരനോടും അമാത്യ ജനത്തോടും ആദരപൂർവ്വം ജടാവൽക്കലം പൂണ്ട്. സോദരനാരാണ്? ശത്രുഘ്നനോടും അമാത്യ മന്ത്രിമാരോടെല്ലാം ആദരപൂർവ്വം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ച് കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ടു. ഇളയ കുട്ടി ശത്രുഘ്നാണ് ബാലൻ. അവനും കൂടി ഇങ്ങനെ കഴിഞ്ഞ് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഹനുമാന് ഭക്തി എത്രമാത്രം അവരോട് എന്താ പറഞ്ഞേ? മാരുതിയും ബഹുമാനിച്ചതേറ്റ എന്താ ആരുമില്ലിത്ര ഭക്തന്മാർ അവനിയിൽ എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാമാറ് ചൊല്ലിയിടിനാൻ. ഇത്രയും ഒരനുജന അത്രയ്ക്കും ഭഗവാന്റെ ഭക്തി, ആ പാതകം വെച്ച് പൂജിക്കുന്നു, ഫലമൂലാതെ കഴിക്കുന്നു. പിന്നെന്തോ ഈ വസ്ത്രങ്ങൾ പിന്നെ ഇവർ മരൂരിയൊക്കെയാണ് ഉടുത്തേക്കുന്നത്. അങ്ങനെ ഇത്രയും ഭക്തി അവനിയിൽ ഈ ഭൂമിയിൽ ഇത്രയും ആർക്കും കണ്ടെന്ന് ആര് പറയുന്നു? ഹനുമാൻ പറയുന്നു. എന്ന് കൽപ്പിച്ച് വണങ്ങി വിനീതനായി നിന്ന് മധുരമ്മമാർ ചൊല്ലിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രണം നിന്നഗ്രേ നിരാമയം കാണാൻ ഗുണനിധേ. നിന്റെ ജ്യേഷ്ഠൻ അഗ്രജൻ മുഹൂർത്തമാത്രം പെട്ടെന്ന് തന്നെ നിന്നഗ്രേ നിന്റെ അടുത്ത് നിരാമയം കാണാൻ ഗുണനിധേ. ഗുണവാനല്ലേ ഭരതൻ. സീതയോടും സുമിത്രാത്മജൻ തന്നോട് ആദരവേറും പ്ലവക ബലത്തോടും സുഗ്രീവനോടും വിഭീഷൺ തന്നോടും ഉഗ്രമായുള്ള ലക്ഷോബലം തന്നോടും എന്നുവെച്ചാൽ ഒരുപാട് പേരുണ്ടല്ലോ, വിഭീഷണനും കുരങ്ങന്മാരെല്ലാം ഉണ്ട്. അങ്ങനെ ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാ വിമാനത്തിന്മേൽ ഏറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. ഇപ്പം തന്നെ എല്ലാവരും കൂടെ വരും. രാവണനെ കൊന്ന് ദേവിയെയും വീണ്ട് ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ. ശോകവൻ തീർന്നു വസിക്കാമിന് ചിരം. നിനക്ക് വിഷമങ്ങളെല്ലാം തീർന്ന് ഭഗവാനോടുകൂടി അത് രാഘവനെ കണ്ട് വന്ദിച്ച് മാനസേ ശോകം വിഷമങ്ങളെല്ലാം തീർന്ന് വസിക്കാം, ഒന്നിച്ച് വസിക്കാം. ഇനി ചിരം അനേകം നാള് കഴിയാം. ഇത്തം ആകർണ്യ ഇത് കേട്ട് ഭരതകുമാരൻ വ്യക്തസമ്മോദം വിമൂർച്ഛിതനായി വീണ്. അത്ര സന്തോഷം കൊണ്ടങ്ങ് വീട്. കാരണം പോയ പോക്ക് ഇത്രയും വർഷം കഴിഞ്ഞു, ജീവിച്ചിരിപ്പോന്നുള്ള ഉറപ്പൊന്നും ഇല്ലല്ലോ. എന്ത് പറ്റിയൊന്നും അറിഞ്ഞിട്ടുമില്ല. വല്ല കത്തെഴുതാനോ ഫോൺ വിളിയോ വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ അത്രമാത്രം ആനന്ദം കൊണ്ട് ആകർണ്യ ഭരതകുമാരനും വ്യക്തസമ്മോദം അത്രയ്ക്ക് വിമോർച്ഛിതനായി വീണ് സത്വരം ആശ്വസ്തനായ നേരം അത് കഴിഞ്ഞപ്പോൾ പുനരുത്ഥായ എണീറ്റ് ഗാഠമായ ആലിംഗനം ചെയ്തു. തളർച്ചയൊക്കെ ക്ഷീണമൊക്കെ മാറിയപ്പോൾ ഹനുമാനെ ഗാഠമായിട്ട് അങ്ങ് കെട്ടിപ്പുണർന്നു ആലിംഗനം ചെയ്ത് വാനര വീര ശിരസി മുത പരമാനന്ദ ബാഷ്പ അഭിഷേകവും ചെയ്ത്. എന്താ വാനര വീര ശിരസി? ഈ വാനരൻ വീരനാണ്. അദ്ദേഹത്തിൻ്റെ ശിരസി തലയിൽ എന്താ പറയുക ആനന്ദ ബാഷ്പാഭിഷേകം, ആനന്ദ കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്തത്. ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവൻ എന്നെ കുറിച്ചിട്ട കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന് അനുരൂപമായി തുഷ്ട്യ തരുവതിനില്ല മറ്റേതുമേ. ഈ ആനന്ദബാഷ്പം ചെയ്തിട്ട് പറയുന്നത് കാരണം കേൾക്കാൻ കൊതിച്ചിരുന്നൊരു വാക്കാണ്. പക്ഷെ പ്രതീക്ഷയുണ്ടോ? ഇത്രയും വർഷങ്ങൾ കടന്നു പോയില്ലേ, ആളിനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? അതുകൊണ്ട് ഇത് ദേവോത്തമനോ, കാരണം ഇങ്ങനെ വാക്ക് കേട്ടപ്പോൾ ദേവന്മാരിൽ ഉത്തമനോ നരന്മാരിൽ ഉത്തമനോ നരോത്തമനോ ഭവാൻ ഏവൻ എന്നെക്കുറിച്ച് ഇത്ര കൃപയോടും ഇഷ്ടവാക്യം ചെന്നതിന് അനുരൂപമായി തുഷ്ട്യ തരുവതിനില്ല മറ്റേതുമേ. അപ്പോൾ ഇത്രയും കൃപയോട് ഈ ശിരസി എന്താ പറയുക ചുംബിച്ച് ആനന്ദബാഷ്പമൊക്കെ ചെയ്തപ്പോൾ ഹനുമാൻ അത്രമാത്രം ഇത്ര കൃപയോടുകൂടി ഇത്ര ചെയ്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഇഷ്ടവാക്യം, രാമൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് കേൾക്കാൻ കൊതിച്ചിരിക്കുന്നൊരു വാക്യം ഈ ഭരതൻ കേട്ടപ്പോൾ ഇത് ചൊന്നതിന് അനുരൂപമായി തുഷ്ട്യ തരുവതിനില്ല മറ്റൊന്നും. ഈ ആനന്ദ ബാഷ്പമേ എനിക്കുള്ളൂ, അതിന് മറ്റൊന്നും പകരമാവത്തില്ല. അത്രയ്ക്കും ആഗ്രഹിച്ചിരിക്കുക ശ്രീരാമൻ വരുന്നത് ഓർത്ത് കാത്തിരിക്കുക. അതുകൊണ്ട് പിന്നെ ഇത്രയും ആനന്ദ കണ്ണുനീരൊക്കെ ഇങ്ങനെ പൊഴിച്ചപ്പോൾ ഇത്രമാത്രം സന്തോഷമായി ഈ ഭരതന്. ശോകം മതിയം കളഞ്ഞ ഭവാന് ഞാൻ ലോകം മഹാമേരുസാഗം തരികിലും. ശോകം മതിയം കളഞ്ഞ ആരാ? എന്താ ശോകമാ? ആരുടെ ശോകമാ?
ഭരതൻ്റെ ശോകം. ഭരതന് വിഷമിച്ചിരിക്കുക. എൻ്റെ വിഷമം മതീയം കളഞ്ഞ ഭവാൻ. ആരാ? ഹനുമാനാണ് പറഞ്ഞത്. വന്ന് കാണുന്നതിന് മുമ്പേ പറഞ്ഞതാരാ? ഹനുമാനാ. ആ ഒരു സന്തോഷം, എൻ്റെ വിഷമം കളഞ്ഞ ഭവാന് ഞാൻ ലോകം മഹാമേരു സകം തരികിലും, ഈ ലോകത്തുള്ള പർവ്വതത്തോളം എന്ത് കൊടുത്താലും തുല്യമായി വന്നുകൂടാ. പോരെങ്കിലും ചൊല്ലിടടോ രാമകീർത്തന സൗഖ്യതം. അപ്പോൾ അതാണ്, എന്ത് കൊടുത്താലും പറ്റത്തില്ല. ആനന്ദ കണ്ണുനീരനാണ് അത്ര ആനന്ദം. അത്രമാണ് ആനന്ദ കണ്ണുനീരൻ. അതാണ് പരമാനന്ദം. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു. അതാണ് ഹനുമാന് ഇഷ്ടമായ വാക്യം, ദുഃഖം തീർക്കുന്ന വാക്യം. എല്ലാവരും വരുന്നു, പെട്ടെന്ന് എത്തും. പുഷ്പവിമാനത്തിൽ ജ്യേഷ്ഠനും എല്ലാവരും വരുന്നുണ്ട്. ആ കേൾക്കാൻ കൊതിച്ച വാക്ക് കേൾക്കുന്നതാണ് ഭരതന് എത്രയും സന്തോഷമായത്. അതുകൊണ്ടാണ് എൻ്റെ ശോകം മതീയം കളഞ്ഞ ഭവാൻ. മതീയം എൻ്റെ ശോകം കളഞ്ഞ ഭവാൻ ഹനുമാൻ. അതിന് ഈ ലോകം മഹാമേരു സകം തന്നാലും തരികിലും തുല്യമായി വന്നുകൂടാ. പുരെങ്കിലും ചൊല്ലിടടോ, എങ്കിലും താങ്കൾ പറയൂ രാമകീർത്തനം സൗഖ്യതം. ശ്രീരാമൻ്റെ കാര്യങ്ങൾ പറയൂ, അതെനിക്ക് സൗഖ്യതമാണ്. ഇനിയും പറയൂ. മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഘമുണ്ടായത് എങ്ങനെ? എന്താണ് ഇത്രയും? ഹനുമാൻ വാനരനാണല്ലോ, എന്താ ശ്രീരാമ ഭഗവാന് വാനരന്മാരോട് ഇങ്ങനെ സംഘമുണ്ടാകാനുള്ള കാരണം ചോദിക്കുകയാണ് ഈ ഭരതൻ. വൈദേഹിയെ കൊണ്ടവാർ എങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ എങ്ങനെ അത് സംഭവിച്ചു? അതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലല്ലോ. സീതയെ കൊണ്ടുപോയതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ യാതുധാനാധിപന രാവണൻ എങ്ങനെയാ സീതാദേവിയെ വൈദേഹിയെ കട്ടുകൊണ്ടുപോകാ? എങ്ങനെ? ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രൻ പറയുന്നു, ചൊല്ലി ഞാൻ. എങ്കിലോ നിങ്ങൾ ചിത്രകൂടാചലത്തിങ്കിൽ നിന്ന് ആദി കലർന്നു പിരിഞ്ഞ നാൾ. ഭരതനും എല്ലാവരുടെ വന്ന് ചിത്രകൂടത്തിൽ വന്നല്ലോ. ആദി പിരിഞ്ഞ് ആ നാള് ആദിയാ ഇന്നോളമുള്ള ഒരവസ്ഥകൾ ആദര ഉൾക്കൊണ്ട് ചൊല്ലുന്നതുണ്ട് ഞാൻ. ശ്രീരാമനെ കാണാൻ ദശരഥ മഹാരാജ് മരിച്ച ശേഷം എല്ലാവരുടെ പിന്നെ അച്ഛനും അമ്മയും 3 അമ്മമാരും സർവ്വരും ലോകരും എല്ലാവരും കൂടെ അവിടേക്ക് പോയല്ലോ. അവിടം വരെ ഉള്ളതിൽ അവർക്ക് അറിയാം. അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ആദിയായി ഇന്നോളം ഇപ്പോഴരെ ഉള്ളവരെ അവസ്ഥകൾ ആദര ഉൾക്കൊണ്ട് ചൊല്ലുന്നതുകൊണ്ട് ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞ് കേട്ടിടുക വന്നുപോകും ദുഃഖവിനാശം തപോനിധേ. തപോനിധി എന്താണ്? ഭരതൻ താപസനായി കഴിഞ്ഞോടെ തപസിരിക്കുക ശ്രീരാമദേവൻ വരുവോളം. അതുകൊണ്ട് ഒന്നൊഴിയാതെ ഞാൻ എല്ലാം പറയാം, കേട്ടുകൊള്ളുക. അന്ന് കേട്ടാൽ എന്ത് വരും? വന്നു പോവും ദുഃഖവിനാശം. നിന്റെ ദുഃഖങ്ങളും എല്ലാം നശിച്ചു പോവും. തപോനിധേ എന്ന് പറഞ്ഞ് അറിയിച്ചാൻ അഖിലവും. അതുകൊണ്ട് നമുക്കിതെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുന്നില്ല. നമ്മൾ കണ്ടതും കേട്ടതും തന്നെ മൊത്തവും അവിടെ പറഞ്ഞു കൊടുക്കുക. വന്നു പോവും ദുഃഖവിനാശം തപോനിധേ എന്ന് പറഞ്ഞ് അറിയിച്ചാൻ അഖിലവും. മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്ന മിത്ര ഭൃത്യ അമാത്യവർഗവും ചിത്രം വിചിത്രം എന്നോർത്ത് കൊണ്ടിടിനാൻ. അങ്ങനെ അവിടെ അന്നുള്ള കാര്യങ്ങൾ മൊത്തവും ഇപ്പോഴവരെ ഉള്ളതുവരെ ഹനുമാൻ ഭരതന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഭഗവാന്റെ മന്നവൻ ഈ ശ്രീരാമനെ തൻ ചരിത്രം പവിത്രമാണ്. ഭഗവാന്റെ ചരിത്രം പവിത്രം പരം. ശത്രുഘ്ന മിത്ര ഭൃത്യ അമാത്യവർഗവും ചിത്രമാണ്. ഭഗവാന്റെ ചരിത്രത്തിൻ്റെ അളവിൽ ശത്രുഘ്നൻ്റെയും മിത്രം ഭൃത്യം അമാത്യ, അതായത് മന്ത്രിമാരുടെ വർഗം, ഇതെല്ലാം ചിത്രമാണ്. അത് വിചിത്രം എന്ന് ഓർത്ത് കൊണ്ടിടാൻ എല്ലാവരും ഇത് മനസ്സിലാക്കണം. എപ്പോഴും ഇതൊക്കെ പുസ്തകം കൊണ്ടുപോയി വായിക്കണം മക്കളെ. ഇതൊക്കെ എന്ത് ആനന്ദകരമാണ്. ഇത് നമുക്ക് ഒത്തിരി വട്ടമൊക്കെ അങ്ങ് വായിച്ചാൽ നമുക്ക് നാക്ക് തിരിയുന്നതൊക്കെ ഇനി പാടാണ്, പറ്റത്തില്ല. അത് പ്രായത്തിൻ്റെയൊക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധരിച്ചു ഇന്ന് 2 മണിക്കൂർ ആരും തീരത്തില്ലെന്ന്. ഇനി നാളെ കൂടെ ആകുമ്പോൾ 31ാമത്തെ ദിവസം തീരും. എനിക്ക് ഇന്നത്തെ ദിവസം 30ാമത്തെ ദിവസമാണ്. നാളെ കൂടെ ആകുമ്പോൾ ഇത് എത്ര പെട്ടെന്നാണെന്ന് ഇത് അറിഞ്ഞതേ ഇല്ല. ഇത്രയും സമയം പോയി ഈ ദിവസങ്ങൾ. കാരണം ആനന്ദം വന്ന അങ്ങനെയാണ്, സന്തോഷമല്ലേ. എപ്പോഴും നമുക്ക് ഭഗവാന്റെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയാനൊരു ഭാഗ്യം. പലരും എന്നോട് പറയാറുണ്ട്, അങ്ങനെ വിളിച്ച് പറയാറുണ്ട്. അമ്മയ്ക്ക് ഈ സമയം പ്രായത്തിൻ്റെ വെച്ച് നോക്കുമ്പം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ. എപ്പോഴും ഭഗവത് കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഉള്ളതാവട്ടെ, അത് അറിവുള്ള ഒത്താവട്ടെ, അത് കൊടുക്കാനും എപ്പോഴും ഏത് സമയം ഇതും കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തൊരു നല്ലയാന്ന്. അതുകൊണ്ട് എനിക്ക് ഈ ദിവസങ്ങൾ പോയത് അറിയതേയില്ല. അതൊന്നും നമ്മളിൽ ഇല്ലെങ്കിൽ എന്തായാലും ഒരിക്കലും സമയം പോകത്തില്ല. ഇത് എത്ര പെട്ടെന്നാണ് 30 ദിവസം തള്ളി വിട്ടത്. ഹരിവോം ഹരിവോം ഹരിവോം.